Good evening. കേൾക്കാമോ? കേൾക്കാമോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ May 25 എക്സാമിൻ്റെ RTP ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ MTP 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീൻ പ്രൊപ്പോർഷണൽ ടു 8 and 32 ഈസ് മീൻ പ്രൊപ്പോർഷണൽ ടു 8 and 32. സോ ദാറ്റ് മീൻസ് നമുക്ക് 3 ടേംസ് ഉണ്ട്, 2 ടേംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ ടേം അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കണം. 8 മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കണം. 32 ദാറ്റ് മീൻസ് ഇത് എ, ഇത് ബി, ഇത് സി. മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി നേരിട്ട് കൊടുക്കുക. ഈക്വൽ ടു റൂട്ട് ഓഫ് 8 into 32. കാൽക്കുലേറ്ററിൽ നോക്കുക. 8 into 32 then റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 16. So first one, answer mean proportional to 8 and 32 is 16. Okay, le? Then, second question. If x is to y is 7 is to 8, then 6x plus 5y is to 4x plus 3y is equal to x is to y. x is to y equal to 7 is to 8. നമുക്ക് x is to y എപ്പോഴും റേഷ്യോ എങ്ങനെ തരത്തുള്ളൂ? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ. സോ നമുക്ക് ആക്ച്വലി എന്തായിട്ട് എടുക്കാം? 7a എന്ന് പറയുന്ന നോൺ സീറോ നമ്പർ കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെ ഓൾറെഡി എക്സ് ഉള്ളതുകൊണ്ടാണ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തത്. നമുക്ക് ആക്ച്വലി കിട്ടി എക്സിൻ്റെ വാല്യൂ 7a ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഈസ് ടു വൈ. എക്സിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 7a ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 8a. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 6x plus 5y ഈസ് ടു മീൻസ് divided by ratio means fraction 4x plus 3y is equal to എങ്ങനെ എഴുതാം? 6 into 7a plus 8 into 5 into 8a divided by 4 into 7a plus 3 into 8a. ഇവിടെ 8 ഇല്ലെങ്കിലും കുഴപ്പമില്ല, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ എക്സും വൈയും മാത്രം ആഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമില്ല. ബട്ട് ആക്ച്വൽ സെനാരിയോയിൽ 7:8 അല്ല ആക്ച്വൽ നമ്പർ, അത് റേഷ്യോ ആണ്. ഒരേപോലെ എക്സും വൈയും മുകളിലും താഴെയും വരുന്നത് കൊണ്ടാണ് നമുക്ക് എ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റ് ഇട്ടില്ല എങ്കിലും ശരിയാകും ഈ ക്വസ്റ്റ്യൻ. ബട്ട് ആക്ച്വലി ഇങ്ങനെയാണത് വരേണ്ടത്. സോ റൈറ്റും 42a plus 40a divided by 28a plus 24a. So that means 82a divided by 52a. That means എന്ത് വന്നു? a get cancel. and ഇതുകൊണ്ടാണ് a ഇട്ടില്ലെങ്കിലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. 82 divided by 52 ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം.
സിംപ്ലിഫൈ ചെയ്യാനായിട്ട് 82നെയും 15നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയായിട്ടും 41 ഡിവൈഡഡ് ബൈ 26. ദാറ്റ് മീൻസ് 41 ഈസ് ടു 26. ചോയ്സ് ഏത് വരും? 41 ഈസ് ടു 26. ചോയ്സ് ബി. ഓക്കെ ആണോ? Then next question വന്നിരിക്കുന്നത് x cube minus 1 equal to 1330. Then y cube minus 1 is equal to 1727. So that means ഇവിടെ x cube minus 1 equal to 1330. Therefore x cube എന്ത് ചെയ്യാം? ഈ minus 1നെ ഇപ്പറേ കൊണ്ടുവന്നാൽ എന്താവും? പ്ലസ് 1 ആകും. That means x cube equal 1331. So എന്തിൻ്റെ ക്യൂബാണ് വരുന്നത്? 1331 വരുന്നത് 11ൻ്റെ ആണ്. That implies x is equal to 1331. അതിൻ്റെ ക്യൂബ് റൂട്ട് കിട്ടും 11 കിട്ടും. Then അതേപോലെ y ക്യൂബ് ഈ 1 അപ്പുറേ പോകുമ്പോൾ 1728. Then y is equal to 1728ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കിയേക്കാം. 11 ഇൻറ്റു ഈക്വൽ ടു ഇൻറ്റു അടിക്കുമ്പോൾ 1331 12 ഇൻറ്റു ഈക്വൽ ടു അടിക്കുമ്പോൾ 1728. ദാറ്റ് മീൻസ് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. ഈ ഒരു വാല്യൂ വരത്തില്ല. Find the value of x square minus y square. That means എന്ത് വരും? 11 square minus 12 square. 11 square 121 minus 12 square 144. എത്തിയപ്പോൾ എത്ര കിട്ടും? -23. -23. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് കഴിഞ്ഞ തൊട്ട് മുമ്പിൽ നടന്ന എക്സാമിന് ലോഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമുക്ക് ഈ എക്സാമിന് ലോഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം ചാൻസ് കൂടുതലാണ്. ലോഗ് 7 log 16 divided by 15 plus 5 log 25 divided by 24 plus 3 log 81 divided by 80. സോ നമുക്ക് ലോഗ് 3 ലോഗരിതംസ് ആഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. n log m can be written as log m raised to n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ എഴുതാം? log of 16 by 15 the whole raised to 7 plus log of 25 divided by 24 the whole raised to 5 plus log of 81 divided by 80 the whole raised to 3. Now n log m can be written as log m raised to n. ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. Then 3 ലോഗരിതംസ് ആഡ് ചെയ്തിരിക്കുന്നു. ലോഗിൻ്റെ ബേസ് തന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് ബേസ് 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 ലോഗരിതംസ് ആഡ് ചെയ്താൽ ലോഗ് എം പ്ലസ് ലോഗ് എൻ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ലോഗ് എം ഇൻറ്റു എൻ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ലോഗ് ഓഫ് 16 ഡിവൈഡഡ് ബൈ 15 ദ ഹോൾ റേസ് ടു 7 ഇൻറ്റു 25 divided by 24 the whole raised to 5 plus into 81 divided by 80 the whole raised to 3. So ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഫാക്ടറൈസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫാക്ടറൈസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരാം. ഈക്വൽ ടു ലോഗ് ഓഫ് 16 can be written as 2 raised to 4.
16 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 4. 15നെയോ 3 into 5 എന്ന് എഴുതാനേ പറ്റുള്ളൂ, വേറെ ഫാക്ടേഴ്സ് ഇല്ല. raised to 7 into 25. 25 can be written as 5 square. Then 24 can be written as 8 into 3. 8 into 3, that means 8നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും 2 cube. 2 cube into 3 the whole raised to 5 into 81. 3 raised to 4 divided by 80 means 16 into 5 ആണ് 80. 16 എങ്ങനെ എഴുതാം? 2 raised to 4 16 ആണ് into 5 the whole raised to 3. That implies okay, log of indicesന്റെ property a raised to m the whole raised to n a raised to m എന്നത് 2 raised to 4 the whole raised to m എന്ന് വരും 2 raised to 4 into 7 2 raised to 28 divided by denominator 3 raised to 7 into 5 raised to 7. Then അടുത്തത് into 5 raised to 10 divided by 2 raised to 15 into 3 raised to 5 into 3 raised to 12 divided by 2 raised to 12 into 5 raised to 3. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ന്യൂമറേറ്ററിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? 2 raised to 28 into 5 raised to 10 into 3 raised to 12 the whole divided by നോക്കുക 3 terms. ഫസ്റ്റ് 2 terms 2 raised to 15 ഉണ്ട്, 2 raised to 12 a raised to m into a raised to n a raised to m plus n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 2 raised to 15 into 2 raised to 12 that means 2 raised to 27 into 3 terms നോക്കുക 3 ബേസ് ആയിട്ടുള്ള 3 raised to 7 3 raised to 5 എത്ര കിട്ടുന്നുണ്ട്? 3 raised to 12 into 5 terms നോക്കുക 5 ബേസ് ആയിട്ട് വരുന്നത് 5 raised to 7 into 5 raised to 3 എത്ര വരും? 5 raised to 10. സോ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക്. ന്യൂമറേറ്ററിൽ 5 raised to 10 ഉണ്ട്, 5 raised to 10 3 raised to 12 ഉണ്ട്, 3 raised to 12 get cancel. മിച്ചം ഇനി എന്തുണ്ട്? log 2 raised to 28 divided by 2 raised to 27. So that means 2 raised to 28 divided by 2 raised to 27. നമുക്ക് എത്ര വരെ ക്യാൻസൽ ചെയ്യാം? ഈ 2 raised to മൊത്തം ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ മിച്ചം എത്ര വരും? 27 പോയി കഴിഞ്ഞാൽ മിച്ചം 1. That means log 2. log 2. 2 raised to 28 divided by 2 raised to 27 മിച്ചം എന്ത് മാത്രം വരും? ബാക്കി ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. 3 ടേംസ് ക്യാൻസൽ ആയി പോകും. 5 raised to 5 ടേംസ് ക്യാൻസൽ ആയി പോകും. 2 raised to 28 divided by 2 raised to 27 a raised to m divided by a raised to n a raised to m minus n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to 28 minus 27 എത്ര വരും? 2 raised to 1 അല്ലെങ്കിൽ 2. That means ആൻസർ എന്താണ്? log 2. log 2. log 2. Okay അല്ലേ? Then fifth question. Indicesലെ question നോക്കാം. Simplification of അല്ലെങ്കിൽ simplify x raised to m plus x raised to m plus 3n into x raised to 4m minus 9n the whole divided by x raised to 6m minus 6n 6m minus 6n. So first denominator നോക്കുക. 2 indices മൾട്ടിപ്ലൈ ഇരിക്കുന്നു, രണ്ടിൻ്റെയും ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പവർ ആഡ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇതെന്ത് വരും? എക്സ് റൈസ് ടു എം, എമ്മിൻ്റെ ടേം എം പ്ലസ് 4m ആഡ് ചെയ്തു, ദെൻ പ്ലസ് 3n മൈനസ് 9n. ആസ് ഇറ്റ് ഈസ് രണ്ട് ടേം എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം പ്ലസ് എൻ, ആ ഒരു ഫോർമാറ്റാണ് വന്നിരിക്കുന്നത്. 2 ഇൻഡീസസ് മൾട്ടിപ്ലൈ ഇരിക്കുന്നു, ബേസ് സെയിം ആണെങ്കിൽ ഈ 2 പവറും കൂടെ ആഡ് ചെയ്യാം. The whole divided by x raised to 6m minus 6n. ന്യൂമറേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എമ്മും 4m കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 5m മൈനസ് 3n മൈനസ് 9n ഒരു മൈനസ് 6n ഡിവൈഡഡ് ബൈ
x raised to 6m minus 6n. X raised to 6m minus 6n. 6m minus 6n. So that means ഇതെങ്ങനെ എഴുതാം? x raised to ഈ ഡിനോമിനേറ്ററിലുള്ള ഇൻഡെക്സിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പവറിൻ്റെ ഇൻഡെക്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതിയാകും. എക്സ് റേസ്ഡ് ടു 5m മൈനസ് 6n ഇൻറ്റു എക്സ് റേസ്ഡ് ടു എന്ത് വരും? മൈനസ് 6m പ്ലസ് 6n. എന്ത് ചെയ്തു? ഈ ഡിനോമിനേറ്ററിലുള്ള ഇൻഡെക്സിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉണ്ടോ 6m എന്നുള്ളത് മൈനസ് 6m ആയി, മൈനസ് 6n എന്നുള്ളത് പ്ലസ് 6n ആയി. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ട് ഇൻഡീസസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ബേസ് സെയിം ആണെങ്കിൽ പവർ ആഡ് ചെയ്യുക. എക്സ് റേസ് ടു 5m മൈനസ് 6n മൈനസ് 6n പ്ലസ് 6n. സോ 6n 6n ഗെറ്റ് ക്യാൻസൽ. 5m മൈനസ് 6m എന്ത് വരും? മൈനസ് 1. എക്സ് റേസ് ടു മൈനസ് m. 5m മൈനസ് 6m ഈസ് ഈക്വൽ ടു മൈനസ് m. സോ ആൻസർ എന്ത് വരും? എക്സ് റേസ്ഡ് ടു മൈനസ് m. 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 അപ്പോൾ ഇൻഡീസസിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ. നോർമലി ഒരു പവറാണ് വരുന്നത്. ഇവിടെ m പ്ലസ് 3n രണ്ട് പ്ലസും മൈനസും ഒക്കെ ആയിട്ട് തന്നിരിക്കുന്നു. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നേരെ കറക്റ്റായിട്ട് ചെയ്യാം. അതേപോലെ 2-3 സ്റ്റെപ്പിൽ ആൻസർ. എക്സ് റേസ് ടു മൈനസ് m ഇസ് ദ റൈറ്റ് ആൻസർ. എക്സ് റേസ്ഡ് ടു മൈനസ് m ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Then next question. Find the value of log root 25 to the base 10 minus log 2 cube to the base 10 plus log 4 square to the base 10. So this can be written as log root 25 to the base 10 minus log 2 raised to 3 to the base 10 plus log 4 square to the base 10. 4 square to the base 10. So that means this can be written as log root 25 log 5 to the base 10 log 5 to the base 10 minus 2 cube 8 varum. Log 8 to the base 10 plus log 16 to the base 10. So that means plus terms ഞാൻ ഒന്ന് rearrange ചെയ്തതാണ് just log 5 to the base 10 plus log 16 to the base 10 minus log 8 to the base 10. So that means ഇവിടെ first two terms log m plus log n പോലെ എല്ലാത്തിൻ്റെയും ബേസ് 5 ആയിട്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? log m plus log n എന്ത് വരും? log of m into n to the base 10 minus 16 log 8 to the base 10. log 8 to the base 10. So that means എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? log 8 to the base 10. So 5 into 16 log 80 ആണ്. log 80 to the base 10 minus log 8 to the base 10. So that means log m minus log n property apply sorry log m minus log n log of m by n ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ log 80 divided by 8 to the base 10. So that means എന്ത് കിട്ടും? log 10 to the base 10. log 10ൻ്റെ വാല്യൂ എന്താണ്? 1. log 10 is equal to 1. log 10 is equal to 1. So ചോയ്സിൽ ഇത് വരും ചോയ്സ് സി. ചോയ്സ് സി. Next one. Next question നോക്കാം. log x square plus x to the base 4 minus log of x plus 1 to the base 4 equal to 2. log x square plus x to the base 4 minus log of x plus 1
log of x square plus x to the base 4 minus log of x plus 1 to the base 4 is equal to 2. So that means നമുക്ക് രണ്ട് ലോഗരിതംസ് രണ്ടിൻ്റെയും ബേസ് 4 ആണ്. ദാറ്റ് മീൻസ് ലോഗ് എം മൈനസ് ലോഗ് എൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എം ഡിവൈഡഡ് ബൈ എൻ to the base 4 equal to 2. So that means log of x square plus x നമുക്ക് ന്യൂമറേറ്ററിൽ x square plus x നമുക്ക് എന്തെടുക്കാം, x കോമൺ ആയിട്ട് എടുക്കാം, x ഇൻറ്റു x plus 1 divided by x plus 1 to the base 4 equal to 2. x plus 1 get cancelled. That implies നമുക്ക് ഇങ്ങനെ എഴുതാം log x to the base 4 equal to 2. That implies x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ബേസ് എത്ര തവണ പവർ ചെയ്താൽ x കിട്ടും. That means x is equal to 4 square equal to 16. x is equal to 4 square is equal to 16. x is equal to 4 square is equal to 16. Okay, that next question. Linear inequalities chapter question. A manufacturer produces two products A and B. The profit on product A is rupees 10 on each unit and profit on product B is rupees 13 on each unit. Okay. So നമുക്ക് ഓരോ യൂണിറ്റിൻ്റെ പുറത്ത് പ്രോഫിറ്റ് തന്നിരിക്കുന്നു. എയുടെ ആണെങ്കിൽ 10 ആണ്, ബിയുടെ ആണെങ്കിൽ 13 ആണ്. So that means നമുക്ക് let number of units of A produced തന്നിട്ടില്ല, അത് let it be x. അതേപോലെ number of units of B produced is equal to y എന്നെടുക്കുക. സോ നമുക്ക് ദ ഒബ്ജക്റ്റീവ് നമുക്ക് തന്നിരിക്കുന്നത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും പ്രോഫിറ്റ് മാക്സിമം ആക്കാനാണോ മിനിമം ആക്കാനാണോ. ഒബിയസ്ലി നമുക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും മാക്സിമൈസ് അല്ലേ, മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു നമ്മൾ എത്ര യൂണിറ്റ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്തു, എക്സ് യൂണിറ്റ്സ്, ഒരു യൂണിറ്റിന് പുറത്ത് എത്ര പ്രോഫിറ്റ് കിട്ടും, 10 rupees. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം, ഇവിടെ x1 x2 ആണ് എടുത്തിരിക്കുന്നത്. ദെയർഫോർ പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യുന്ന x1 ആയിട്ടും പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന x2 ആയിട്ട് എടുക്കുക. സോ പ്രോഡക്റ്റ് x1 എത്ര യൂണിറ്റ്, ഒരു യൂണിറ്റിൻ്റെ പുറത്ത് 10 rupees പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് x1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എത്ര പ്രോഫിറ്റ് വരും, 10x1. ദെൻ അതേപോലെ പ്രോഡക്റ്റ് ബി ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ 13 rupees. ദെയർഫോർ 13x2. മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ആക്കണം. എങ്ങനെയാണ്, x1 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എയും x2 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ബിയും പ്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അത് മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു 10x1 പ്ലസ് 13x2, 10x1 പ്ലസ് 13x2. സോ ചോയ്സ് ഏത് വരും, മാക്സിമൈസ്, ചോയ്സ് ബി. Then next one. If 2 root 3 is a root of a quadratic equation, x square plus px plus q equal to 0 എന്ന് പറയുന്ന quadratic equationന്റെ ഒരു റൂട്ടാണ് 2 പ്ലസ് റൂട്ട് 3. സോ ഒബിയസ്ലി രണ്ടാമത്തെ റൂട്ട് എന്തായിരിക്കും, ഇതിൻ്റെ കോൺജുഗേറ്റ് പെയർ, അതായത് 2 മൈനസ് റൂട്ട് 3. ദെൻ റൂട്ട്സ് തന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. നോക്കാം, സം ഓഫ് റൂട്ട്സ് 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3 ആഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് റൂട്ട് 3 ഗെറ്റ് ക്യാൻസൽ. സം എത്ര വരും, 4 വരും. പ്രോഡക്റ്റോ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3
a plus b into a minus b format, a square minus b square, that means 2 square 4 minus root 3 square 3 1 എന്ന് വരും. Therefore നമുക്ക് ആക്ച്വൽ ഇക്വേഷൻ എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്, മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് ആണ് വരേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1 ഈക്വൽ ടു 0. നോക്കുക, പിയുടെ വാല്യൂ എന്താണ്? -4. പിക്ക് വരുന്നത് -4, ക്യൂവിന് വരുന്നത് 1. സോ പി ഈക്വൽ ടു -4 ആൻഡ് ക്യൂ ഈക്വൽ ടു 1. ആൻസർ എന്ത് വരും? -4 ആൻഡ് 1. ഇവിടെ സ്റ്റുഡൻസ് നോർമലി മിസ്റ്റേക്ക് വരുന്നത് ചോയ്സ് ബി ആണ് മിസ്റ്റേക്ക് വരുന്നത്. നമുക്ക് അവർ സം കണ്ടുപിടിക്കും, ബട്ട് എന്താണ് ഫോർമുലയിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് വരണം? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ്. So P equal to -4 and Q is equal to -1. Okay, അല്ലേ? Then next one. Again, linear inequality question. A company produces two types of product, A and B, which requires processing in two machines. Machine 1, machine 2. First machine can be used up to 15 hours. That means maximum 15 hours ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സെക്കൻഡ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ് അറ്റ് മോസ്റ്റ്. അറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം 12 hours in a day. The product A requires 2 hours. സോ നമ്മൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ഒരു റോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താണോ നമുക്ക് കൺസ്ട്രെയിൻ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വരുന്നത് എന്താണ്? മെഷീൻ 1ഉം മെഷീൻ 2 മാക്സിമം 15 hours. മെഷീൻ 1 മാക്സിമം 15 hours അപ് ടു, അതായത് ആ മാക്സിമം. മെഷീൻ 2 എന്താണ്? മാക്സിമം 12 hours. മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സിമ്പിൾ യൂസ് ചെയ്യാം? ലെസ് ദാൻ, അത്ര വരെ അല്ലെങ്കിൽ അതിൽ കുറവ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ദാറ്റ് മീൻസ് നമ്മുടെ റെസ്ട്രിക്ഷൻ വരുന്നത് മെഷീൻ 1ൻ്റെയും മെഷീൻ 2ൻ്റെയും യൂസ് ആണ്. മെഷീൻ 1, മെഷീൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. സോ പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും ആണ്. എക്സ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എയും വൈ യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ്, ഇവിടെ x1 x2 എന്നാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ x1 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എയും x2 യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എ ബിയും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കാം, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ദ പ്രോഡക്റ്റ് എ റിക്വയർസ് 2 hours ഓൺ മെഷീൻ 1 ആൻഡ് 3 hours ഓൺ മെഷീൻ 2. സോ എത്രയാണ്? 2 hours on machine 1 and 3 hours on machine 2, and product B requires 3 hours on machine 1 and 1 hour on machine 2. So that means നമുക്ക് നോക്കാം ഇൻഇക്വാലിറ്റി ആക്കുന്നത്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 hours ആണ്. നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും? x1. ഒരു പ്രോഡക്റ്റ് ബി പ്രൊഡ്യൂസ് ചെയ്യാൻ 3 hours. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും? x2. നമുക്ക് മാക്സിമം എത്ര അവേഴ്സേ ഉള്ളൂ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അതേപോലെ മെഷീൻ 2ലെ 3x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. സോ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ചോയ്സ് ഏതാണ്? 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആൻഡ് 3x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ചോയ്സ് എ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരുന്നതാണ്. ഇൻഇക്വാലിറ്റീസിൽ നിന്ന് പ്രോഡക്റ്റ് എയും പ്രോഡക്റ്റ് ബിയും അറ്റ്ലീസ്റ്റോ അറ്റ്മോസ്റ്റോ വെച്ചിട്ട് ആ സിമ്പിൾ എന്താണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇൻഇക്വാലിറ്റി സിമ്പിൾ ഇവിടെ മാക്സിമം ആണ്, കൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ അപ് ടു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം 15 അല്ലെങ്കിൽ അതിൽ കുറവ്. സോ ആൻസർ 18. Then next one, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 4th ചാപ്റ്റർ, മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, എ സർട്ടൻ എമൗണ്ട് അറ്റ് എ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എക്സ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡബിൾസ് ഇൻ 5 years. അതായത് 5 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എക്സ് എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ സമ്മ് ഡബിൾ ആകുന്നു. നമുക്ക് സമ്മ് ഡബിൾ ആകാൻ ഇയർ തന്നു കഴിഞ്ഞാൽ റേറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു ഏത് ഫോമിൽ യൂസ് ചെയ്യാം? 100 ഡിവൈഡഡ് ബൈ ടി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് 5. എത്ര കിട്ടും? 20%.
Then in another rate of simple interest, y എന്ന് പറയുന്ന simple interest, it becomes 3 times in 8 years. നമുക്ക് അവിടെയും ഏത് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്യാം? y കണ്ടുപിടിക്കാനായിട്ട് n minus 1 into 100. ഇവിടെ n എത്രയാണ്? 3 times 3 minus 1 into 100 divided by 8 equal to 200 divided by 8. 200 divided by 8 എത്ര കിട്ടും? 25%. നമുക്കിനി എന്താ ചോദിച്ചിരിക്കുന്നത്? The difference between two interest rates. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻട്രസ്റ്റ് റേറ്റ്സ് എത്ര വരും? ഡിഫറൻസ് മീൻസ് ഹയർ ക്വാണ്ടിറ്റി മൈനസ് ലോവർ ക്വാണ്ടിറ്റി. ഡിഫറൻസ് ഈക്വൽ ടു 25% മൈനസ് 20%. 25% മൈനസ് 20% എത്ര വരും? 5%. ഡിഫറൻസ് എത്രയാണ്? 5% ഡിഫറൻസ്. രണ്ട് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്ത് ഡബിൾ ആകാൻ വേണ്ടത് 100 ഡിവൈഡഡ് ബൈ ടി, അത്രയും പെർസെൻറ്റേജ്. n ടൈംസ് ആകാൻ n മൈനസ് 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടി, അത്രയും പെർസെൻറ്റേജ്. സോ രണ്ട് ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്ത് എക്സും വൈയും കണ്ടുപിടിച്ചു. ദെൻ ഡിഫറൻസ് 25 മൈനസ് 20 ഇസ് ഈക്വൽ ടു 5. റീസെൻ്റ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ. A deposited a certain amount in a bank at the rate of 10% per annum compounded semi-annually. At the end of 1 year, A received a sum of rupees 13,230. So that means എത്രയോ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു? ഇതാണ് 10% per annum compounded semi-annually. At the end of 1 year തിരിച്ചു കിട്ടി. ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കണം? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പി കണ്ടുപിടിക്കണം. സോ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 2 ദ ഹോൾ റേസ് ടു 2t. So that means നമുക്ക് എത്രയാണ്? അക്യൂമുലേറ്റഡ് എമൗണ്ട് 13,230 is equal to P into 1 plus I എത്രയാണ്? 0.10 divided by 2 the whole raised to 2 into at the end of 1 year. That means T time period എന്താണ്? In years 1 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം ഇത്? That implies 13,230 is equal to P into 1.05 the whole raised to 2. That implies P equal to calculator എങ്ങനെ ചെയ്യാം? 1.05 into equal അടിക്കുക, നേരെ m plus 13,230 divided by MRC equal 12,000. Answer 12,000. 12,000. Then next one. The effective rate of interest corresponding to a nominal rate of 8% per annum payable quarterly. നമുക്ക് ഡിസ്ക്രിപ്ഷൻ കിട്ടി. പേയബിൾ ക്വാർട്ടർലി. The effective rate of interest corresponding to a nominal rate of 8% per annum payable quarterly. So payable quarterly ആയതുകൊണ്ട് നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫോമുല എങ്ങനെ എടുക്കാം? E is equal to 1 plus I by 4, quarterly and 4 the whole raised to 4 minus 1 rate ആയിട്ട് കിട്ടാനായിട്ട് ഇൻറ്റു 100 അല്ലെങ്കിൽ ഡെസിമലിൽ കിട്ടും. സോ 1 പ്ലസ് 0.08 divided by 4 the whole raised to 4 minus 1 into 100. That means എങ്ങനെ എഴുതാം? 1.02 the whole raised to 4 minus 1 into 100. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1.02 the whole raised to 4 given ആണ്. നേരെ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. 1. അത് എഴുതാനൊന്നും നിൽക്കരുത്. 1.08243216 minus 1 into 100 റേറ്റ് 8.
8.243216 അത്രയും പെർസെൻറ്റേജ്. നമ്മുടെ ചോദിച്ചത് ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ എന്താണ്? 8.2 ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്നു. 8.24%. 8.24%. 8.24%. ഓക്കെ അല്ലേ? Next question. If sum triples in 15 years at simple rate of interest, sum എത്രയാണ്? ട്രിപ്പിൾ ആകുന്നു 15 years at simple rate of interest, then the interest rate per annum. അപ്പോൾ സമ്മ ട്രിപ്പിൾ ആകാനായിട്ട് കണ്ടുപിടിക്കാൻ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? n-1 3 ടൈംസ്, അതായത് 3 - 1 into 100 divided by time period 15. സോ എത്ര വരും? 200 divided by 15. 200 divided by 15. 200 divided by 15 എത്ര കിട്ടും? 13.33%. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് എത്ര വരും? 13.3%. 13.3%. ഓക്കെ അല്ലേ? 13.3%. The future value of an annuity of rupees 7,200 made annually for 5 years at the rate of 12% compounded annually. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ വാല്യൂ എന്തിൻ്റെ? ആനുവിറ്റിയുടെ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോർമുല എങ്ങനെ എടുക്കാം നമുക്ക്? ഫ്യൂച്ചർ വാല്യൂ a into 1 plus I the whole raised to n minus 1 divided by I. Future value. So എഴുതാം. എ എത്രയാണ്? എല്ലാ വർഷവും കൊടുക്കുന്ന ആനുവിറ്റി എമൗണ്ട് എത്രയാണ്? 7,200 ഇൻറ്റു 1 പ്ലസ് 1.12 raised to 5 minus 1 divided by 0.12. So 1.12 raised to 5. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എത്രയാണ്? 1.76234 minus 1 divided by 0.12 into 7,200. 7,200 എത്ര കിട്ടും? 45,740. 45,740.399 ഇങ്ങനെ പോകുന്നു. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്? ചോയ്സ് ബി. ആ ഒരു കോമ ഇട്ടിരിക്കുന്നതിൽ ഉള്ള വ്യത്യാസമാണ്. 45,740.4. 45,740.4. 45,740.4. 39 ആണ്. റൗണ്ട് ഓഫ് ടു 0.4. Then next question. R borrows a loan of rupees 10,000 from a bank. ലോൺ എല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്? പ്രസൻറ്റ് വാല്യൂ. ആൻഡ് ഹി അഗ്രീഡ് ടു പേ ബാക്ക് ഇൻ 24 equal installments at the rate of 10% compound interest per annum. Then each installment amount is. സോ നോക്കാം, ലോൺ എന്ന് കണ്ടാൽ എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്? പ്രസൻറ്റ് വാല്യൂ. സോ തിരിച്ചടയ്ക്കുന്നത് എല്ലാ വർഷവുമാണ്. സോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഇയർ എൻഡിലാണ്. ആനുവിറ്റി റെഗുലർ. സോ എങ്ങനെ എഴുതാം നമുക്ക്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഇതാണ് ഫോർമുല. വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. വി ആണ് പ്രസൻറ്റ് വാല്യൂ ലോൺ എമൗണ്ട്. 10,000 ഇസ് ഈക്വൽ ടു എ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എൻ എത്രയാണ്? 24 years. ഐ എത്രയാണ്? 0.10. ഇവിടെയാണ് നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. 10,000 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.10 ഈക്വൽ ടു 24 ടൈംസ് ഈക്വൽ അടിക്കുക. ദെൻ ജി ടി. ആ കിട്ടുന്നത് നേരെ എം പ്ലസ് ചെയ്യുക. എ കിട്ടാനാണ്ട് ആ കിട്ടിയതിനെ 10,000നെ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1.1
1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. GT അടിക്കുക. M plus 10,000 divided by MRC equal. Redum A 1112.99. 1112.99. Choice B. Choice B. Then next one. What is the present value of? What is the present value of rupees 8,000 to be required after 10 years? If interest rate is 6%. Present value of rupees 80,000 required after 10 years. That means 10 വർഷം കഴിഞ്ഞുള്ള ഒറ്റ വാല്യൂ ആണ് 80,000. That means നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Present value of single cash flow. Present value of single cash flow. Present value of single cash flow എങ്ങനെ കണ്ടുപിടിക്കാം? P is equal to F divided by 1 plus I the whole raised to n. So P കണ്ടുപിടിക്കാനായിട്ട് ഫ്യൂച്ചർ വാല്യൂ അറിയാം. 80,000 divided by 1.06 raised to 10. 1.06 raised to 10 നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. So 80,000 divided by 1.7908. Right? 44,672.77. ഇവിടെ നമുക്ക് ചോയ്സ് ബി ആണ്. ആക്ച്വലി അത് ഒരു നമ്പർ എഴുതിയപ്പോൾ വന്ന കോമ ഇട്ടതിലുള്ള വ്യത്യാസമാണ്. ഇതെന്ത് തന്നെയാണ്? 44,672.8 ആണ് വരുന്നത്. Therefore ചോയ്സ് ബി. 44,672.8. 44,672.8. Then next one. Yes, invested rupees 12,000 for 10 years in a financial company. At the end of 10th year, his investment value is 18,000. Then the compound annual growth rate CAGR കണ്ടുപിടിക്കണം. So ഇവിടെ നോക്കാം. നമുക്ക് CAGR കണ്ടുപിടിക്കാനായിട്ട് എൻഡിലെ വാല്യൂ P of t n. That means 18,000 divided by 12,000 the whole raised to 1 by 10 minus 1. 1 by 10 minus 1 into 100. So that implies നമുക്ക് എന്ത് പറയാം? 10th റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? 18,000 divided by 12 1.5 കിട്ടും. 1.5 the whole raised to 1 by 10 minus 1 into 100. ഇവിടെ നമുക്ക് x raised to 1 by n എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1.5 raised to 1 by 10 ആയിരിക്കും നോർമലി നമുക്ക് ഗീവൺ തന്നിരിക്കുന്നെങ്കിലും ഈ എക്സ് എന്നും എൻ എന്നും ഒക്കെ തന്നിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 10th റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് 1.5 ടൈപ്പ് ചെയ്യുക. ദെൻ റൂട്ട് 15 ടൈംസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Then minus 1. Then divided by 10th root and 10 plus 1. Then into equal to 15 times. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Exactly എത്ര എഴുതുന്നുണ്ട്? 1.0413795. സോ അതാണ് നമുക്ക് 0 പോയിന്റ് തന്നിരിക്കുന്നത് പോലെ 1.0413 minus 1 into 100. സോ എത്ര കിട്ടും? 4.13%. 4.13%. 4.13%. 4.13%. Okay, V of tn divided by V of t0 the whole raised to t1 by tn minus t0. ആ ഫോമുല തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക്
ചാർട്ടായിട്ട് തന്നിട്ടില്ല, പകരം വാല്യൂസ് കറക്റ്റായിട്ട് തന്നിരിക്കുന്നു. ഫൈനൽ വാല്യൂ 18,000 തുടക്കത്തിലേത്, ദെൻ 10 years ആണെന്ന് പറഞ്ഞതാണ് 1/10. Mr. A invested rupees 20,000 in a bank at the rate of 4.5%. He received rupees 27,500 after end of terms. Find out the period. നമുക്കിവിടെ 4.5% പെർ ആനം എന്നേ പറഞ്ഞിട്ടുള്ളൂ. 4.5% പെർ ആനം. സോ ദാറ്റ് മീൻസ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നോ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നോ പറഞ്ഞിട്ടില്ല. ദെർഫോർ നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ 27,500 തിരിച്ചു കിട്ടും. ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് 27,500. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? A is equal to P into 1 plus IT. So 27,500 is equal to 20,000 into 1 plus 0.045 T. So നമുക്ക് T കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം. T is equal to 27,500 divided by 20,000, then minus 1 divided by 0.05. Right? 8.333 അത്രയും ഇയേഴ്സ് ആണ്. 8.33യോടെ ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ് ഏതാണ്? 8.34 ഇയേഴ്സ്. 8.34 ഇയേഴ്സ്. 8.34 ഇയേഴ്സ്. 8.34 ഇയേഴ്സ്. ഓക്കെ, then next one, 20th question. Rupees 1,500 is paid every year for 10 years to pay off a loan. What is the loan amount if interest rate per annum is 5%? So ലോണിൻ്റെ കേസ് ആണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഏത് ഫോമിൽ എടുക്കാം? V is equal to A into PNI. സോ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. 1,500 എവരി ഇയർ ഉണ്ട്. PNI എത്രയാണ്? 10 ആണ്. I 0.05 ആണ്. ദാറ്റ് മീൻസ് 1,500 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.05 ഈക്വൽ ടു 10 ടൈംസ് GT. ഈക്വൽ ടു 10 ടൈംസ് GT. സോ 1 ഡിവൈഡഡ് ബൈ 1.05, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, then GT into 1,500. 30, 11,182. ആക്ച്വലി കിട്ടുന്നത് 11,582.602 ആണ്. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 11,581.53. ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ് പിക്ക് ചെയ്യാം. 11,581.53. 11,581.53. Okay, then next question. A certain amount is invested in a bank. What is the annual interest rate compounded annually? Becomes 8 times of the investment in 5 years. Compounded annually. സോ ഏതോ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ച് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് P ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ച് കിട്ടുന്ന A എത്രയാണെന്ന് പറഞ്ഞത്? 8P. 8 ടൈംസ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? A is equal to P into 1 plus I the whole raised to N. ഇവിടെ നോക്കാം. 8P is equal to P into 1 plus I the whole raised to എത്രയാണ്? 5 ഇയേഴ്സിലല്ലേ. സോ എന്ത് ക്യാൻസൽ നോക്കൂടെ? P ഗെറ്റ് ക്യാൻസൽ. ദാറ്റ് ഇംപ്ലൈസ് 1 plus I raised to 5 equal 8. ദാറ്റ് ഇംപ്ലൈസ് എങ്ങനെ എഴുതാം? 1 plus I equal 8 raised to 1/5. ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി 8 raised to 1/5 ത്രൂട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഗീവൺ ആണ്. വരും 1.515716. Therefore 1 plus I 30. 1 plus I equal 1.515716. That implies I 1 ഇപ്പോൾ വരുമ്പോൾ -1 വരും. 0.51
0.57 ഡെസിമൽസിൽ കിട്ടിയിരിക്കുന്നു. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് റേറ്റ് ആക്കാനായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 51.57%. 51.57%. 51.57%. 51.57%. Then next one, if compound interest on a certain sum for 2 years at 5% per annum is 246, then the simple interest on the same sum for double the time and double the rate per annum. The compound interest for 2 years at 5%. ഏതോ ഒരു സമ്മിൻ്റെ പുറത്ത് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? CI is equal to P into 1 plus I the whole raised to n minus 1. So that means എത്രയുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? 246. ഏതോ ഒരു പ്രിൻസിപ്പൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റിൽ 1.05 raised to 2 minus 1. സോ പി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്ററിൽ 1.05 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ 2 times then minus 1 ഈക്വൽ അടിക്കുക എം പ്ലസ് 246 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ. സോ പി എത്ര കിട്ടും? 2400. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏതോ ഒരു പ്രിൻസിപ്പലിൻ്റെ പുറത്ത് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 246 കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 240 ആണ്. ദെൻ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കാം. ദെൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം, ദാറ്റ് മീൻസ് 2400ൻ്റെ പുറത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം ഫോർ ഡബിൾ ദ ടൈം. സോ ഇപ്പോൾ ടൈം പീരീഡ് 2 ആയിരുന്നു, ഇതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് എത്രയാവും? 2 × 2 4 ആകും. സോ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും 2 × 2 4. ഇപ്പോൾ 2 ആയിരുന്നു, ദെൻ ടൈം പീരീഡ് എത്രയാവും? അതിൻ്റെ ഡബിൾ, ദാറ്റ് മീൻസ് ടൈം പീരീഡ് 4 ആകും. ദെൻ ആൻഡ് ഡബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ 5% ആണ്, ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരും? 10%. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PIT 2400 ഇൻറ്റു 0.10 ഇൻറ്റു 4. സോ എന്ത് വരും? 2400 ഇൻറ്റു 0.1 ഇൻറ്റു 4, 960 is the right answer. So recently examine ചോദിച്ച type of question. Then next one. M deposited rupees 100 in a bank at the beginning of every year. The rupees 100 in a bank at the beginning of every year for 20 years. That means annuity due at a 10% rate compounded annually. How much would be she earn after 20 years? That means after 20 years. That means futureലുള്ള value ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore നമുക്ക് എന്ത് പറയാം? Future value of annuity due അല്ലെങ്കിൽ annuity immediate. So future value of annuity due അല്ലെങ്കിൽ annuity immediate നമുക്ക് എങ്ങനെ എഴുതാം? Future value is equal to A into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. അതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 100 into I 10% ആണ്, 1.1 raised to 20 minus 1 divided by 0.10 into 1.1. 1.1 raised to 20 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിച്ച സമയം കളയണ്ട, നേരെ ഒറ്റ സ്ട്രെച്ചിൽ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ആൻസറിലേക്ക് വരിക. 1.1 raised to 20 എത്രയാണ്? 6.7275 minus 1 divided by 0.1 into 1.1 into 100 കിട്ടും 6300.25. 6300.25. 6300.25. 6300.25. 13 ക്വസ്റ്റ്യൻസ് ആയി ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം. മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ മോക്ക് ടെസ്റ്റിൽ വന്നിരിക്കുന്നത്. ലാസ്റ്റ് എക്സാമിനും നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവറേജ് 14 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം.
Then next one. How much amount is required to be invested every year so as to accumulate 15 lakh at the end of 20 years if interest rate is compounded annually? That means നമുക്ക് എന്ത് പറയാം 20 years കഴിയുമ്പോൾ 15 lakh ആണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോർമുല എന്ത് വരും ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 plus I the whole raised to n minus 1 divided by I. ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആനുവിറ്റി ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ ANI എന്നിട്ട് PNI എന്ന് പറയുന്ന പോലെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ പോലെ ഇതാണ് ആനുവിറ്റി ഫാക്ടർ. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം 15 lakhs equal to A into ഇവിടെ ANI 1.1 the whole raised to 10 minus 20 minus 1 divided by 0.10. So 1.1 raised to 20 minus 1 divided by 0.1 എടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് 47.27499 എന്നുള്ള ആ വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ ANI എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് N20 I 10% ആണ്. ഇങ്ങനെ തന്നാൽ നമുക്ക് ചെയ്ത് സമയം കളയരുത്. ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത് എക്സാക്ട്ലി ഈ ഒരു വാല്യൂ ആണ്. ഇതിനെ എന്താ വിളിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ ANI. PNI എന്ന് പറയുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് പോലെ ഫ്യൂച്ചർ വാല്യൂ ഫാക്ടറാണ് N 20 ഇയേഴ്സിലേക്ക് I 10%. Therefore A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം 15 lakhs divided by 57.274999 divided by 57.274999 is equal to എന്ത് വരും 26,189.437. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 26,189.44. 26,189.44. Then next one. Assuming that discount rate is 12% per annum, how much would you pay to receive ₹100 growing 8% forever? That means ഇതിൻ്റെ application ആണിത്. Present value of growing perpetuity. Present value of growing perpetuity. എന്തെടുക്കാം ഫോർമുല present value of growing perpetuity PVA infinity is equal to R divided by I minus G. R എത്രയാണ് എല്ലാ വർഷവും കിട്ടേണ്ട എമൗണ്ട് 100 rupees കിട്ടണം. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് 0.12, ഗ്രോത്ത് 0.08. ദാറ്റ് മീൻസ് 100 divided by 0.04. 100 divided by 0.04 എത്ര കിട്ടും 2,500 rupees. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ 12% ഇൻട്രസ്റ്റ് റേറ്റിൽ 8% ഗ്രോത്ത് റേറ്റിൽ എല്ലാ വർഷവും എത്ര വെച്ച് കിട്ടും 100 rupees വെച്ച് കിട്ടും. സോ 15 questions ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മുടെ 4th ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ നിന്ന് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ. How many ways can 5 engineers, 4 professor and 6 auditors be seated in a row? അത് linear arrangement, linear permutation ആണ്. So that all persons of same profession sit together. So ആദ്യം 5 engineers അവർ ഒരുമിച്ചിരിക്കുന്നത് അവരുടെ in between arrangements നമുക്ക് എന്ത് പറ്റും 5 factorial into 4 professors അവരുടെ in between arrangement 4 factorial, 6 auditors in between arrangement 6 factorial into എഞ്ചിനീയറുടെ ഒരു യൂണിറ്റ്, പ്രൊഫസറുടെ ഒരു ഗ്യാങ്, ഒരു ഓഡിറ്റർ. ദാറ്റ് മീൻസ് അവരുടെ ആ യൂണിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. 3 units. അതായത് എഞ്ചിനീയർമാരുടെ ഒരു യൂണിറ്റ്, പ്രൊഫസർമാരുടെ ഒരു യൂണിറ്റ്,
ഓഡിറ്റേഴ്സിന് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. 3 യൂണിറ്റ്സ്, 3 പൊസിഷൻ, 3 ഫാക്ടോറിയൽ. ദെയർഫോർ ആൻസർ എന്ത് വരും? ചോയ്സ് സി. സോ ഇവിടെ സേഫ് ആണ്. ഫാക്ടോറിയൽ നൊട്ടേഷനിൽ തന്നെ ആൻസർ തന്നിരിക്കുന്നു. നേരെ ആൻസർ 3 factorial into 5 factorial into 4 factorial into 6 factorial is the right answer. Then next question. N articles are arranged in such a way that two particular articles never comes together. Exactly നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഷോർട്ട്കട്ട് ഫോർമുല ഔട്ട് ഓഫ് n things arrangements. Two particular things never comes together. എന്തൊരു ഫോർമുല? n minus 2 into n minus 1 factorial. സോ ഇത് ഇങ്ങനെയാണ്. ഇതും ഫാക്ടോറിയലിന് ഓക്കെ n minus 2 into n minus 1 ഫാക്ടോറിയൽ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ദെയർഫോർ ആൻസർ ചോയ്സ് എ. ചോയ്സ് എ. n minus 2 into n minus 1 factorial. n minus 2 into n minus 1 factorial. Then next question. The number of ways the letters of the word triangle to be arranged so that the word angle will be always present. So നോക്കാം. ട്രയാങ്കിൾ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യണം. നമുക്ക് എന്താണ്, ഏത് അറേഞ്ച്മെൻ്റ് എടുത്താലും എന്തുണ്ടാകണം? ആംഗിൾ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാകണം. സോ ദാറ്റ് മീൻസ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല അനുസരിച്ചിട്ട് ട്രയാങ്കിളിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? n എത്രയാണ്? 8 അല്ലേ? 1 2 3 4 5 6 7 8. അതിൽ 5 ലെറ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്ന ANGLE 5 ലെറ്റേഴ്സ് എന്താണ് ഒരുമിച്ചേ വരത്തുള്ളൂ. സോ അവരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ANGLE എന്നേ പറ്റുള്ളൂ, AGNLE പറ്റില്ല. അവരെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെയർഫോർ എന്താണ്, ഔട്ട് ഓഫ് n ലെറ്റേഴ്സ് 5 തിങ്സ് ഔട്ട് ഓഫ് 8 ലെറ്റേഴ്സ് 5 are together in a specified order. ഈ ഫോർമുല വരും. സോ ഇവിടെ ഏത് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം? n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. n എത്രയാണ്? 8 മൈനസ് 5 പ്ലസ് 1 ഫാക്ടോറിയൽ. 8 മൈനസ് 5 3 പ്ലസ് 1 4 ഫാക്ടോറിയൽ മീൻസ് 24. 24. 4 factorial is equal to 24. Then 3 ladies and 3 gents can be seated at a round table so that any 2 and only 2 of the ladies sit together. നല്ലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. So that any 2 and only 2 ladies sit together. Any 2 and only 2 ladies. So നമുക്ക് can be seated at a round table. Round table. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സർക്കുലാർ അറേഞ്ച്മെൻ്റ് ആണ്. സർക്കുലാർ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് എത്രയാണ്? 3 ലേഡീസ് ആൻഡ് 4 ജെൻസ്. 6 പേരെയാണ് അറേഞ്ച്. 1 2 3 4 5 6. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ലേഡീസ്. ഏത് 2 ലേഡീസുമാണ്? അവർ ഒരുമിച്ചിരിക്കും, പക്ഷേ എന്താണ്, എക്സാക്ട്ലി 2 ലേഡീസേ ഒരുമിച്ച് വരത്തുള്ളൂ. ഇവിടെ നമുക്ക് ജസ്റ്റ് 2 ലേഡീസ് ഉണ്ടോ? ഇവിടെ നമുക്ക് ഈ 3 പേരിൽ ഏത് 2 ലേഡീസും ആകാം. ഔട്ട് ഓഫ് 3 അറേഞ്ചിങ് 2. ഔട്ട് ഓഫ് 3 ഉണ്ടോ? ഔട്ട് ഓഫ് 3 ഈ 3 ലേഡീസിൽ ഏത് 2 പേരും ഇവിടെ അറേഞ്ച് ചെയ്യാം. 2 സീറ്റ് 3 ലേഡീസ് എത്രയിൽ അറേഞ്ച് ചെയ്യാം? 3p2 വേസിൽ. 3p2 എത്ര വരും? 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 6 വേസിൽ പറ്റും. ദെൻ മൂന്നാമത്തെ ആൾ ഇവിടെ L1 L2 എന്ന് വിചാരിക്കാം. മൂന്നാമത്തെ ആൾ എവിടെ വരത്തില്ല? എവിടെ രണ്ടിടത്തും വരാൻ പാടില്ല? ഈ പൊസിഷനും വരത്തില്ല, ഈ പൊസിഷനും വരത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 പേര് ഒരുമിച്ചാകും. ദാറ്റ് മീൻസ് മൂന്നാമത്തെ ആൾ എവിടെ വരത്തുള്ളൂ? ഈ 2 പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേ വരത്തുള്ളൂ. അതെങ്ങനെ എഴുതാം? 2 ചെയർസ് 1 പേഴ്സൺ എത്രയിൽ അറേഞ്ച് ചെയ്യാം? 2p1. ദാറ്റ് മീൻസ് 2 ways. ഓക്കെ, അതായത് ഇതിൽ രണ്ടിലോ ഒന്നുകിൽ ഇവിടെ L3 അല്ലെങ്കിൽ ഇവിടെ ഇതിലേതോ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞു. സോ ഇവിടെ ഓക്കെ, ഇവിടെ എന്ന് വിചാരിക്കാം. ദെൻ റിമൈനിങ് എത്ര പൊസിഷൻ അല്ലെങ്കിൽ എത്ര ചെയർസ്? 3 പൊസിഷനുണ്ട്. എത്ര ജെൻസ് ഉണ്ട്? 3 ജെൻസ് ഉണ്ട്. 3 ജെൻസ് 3 പൊസിഷൻസ് എത്രയിൽ അറേഞ്ച് ചെയ്യാം?
3p3. That means 3 factorial means 6. ഇത് മൂന്നും അല്ലേ, ആൻഡ് 3 ലേഡീസിനെ അറേഞ്ച് ചെയ്യണം ആൻഡ് 3 ജെൻസിനെ അറേഞ്ച് ചെയ്യണം. ദാറ്റ് മീൻസ് ആൻഡ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇൻറ്റു 2 12 ഇൻറ്റു 6 72. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മാർക്ക് ചെയ്തേക്കാം. നോർമലി ടു എനി 2 ആൻഡ് ഓൺലി 2 ഇത് പറയുന്നത് പർട്ടിക്കുലർ 2 ഗേൾസ് സിറ്റ് ടു അല്ലെങ്കിൽ 2 ലേഡീസ് സിറ്റ് ടുഗദർ ആണ് നോർമലി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ എനി 2 ഗേൾ ആൻഡ് ഓൺലി 2 ഗേൾസ് സിറ്റ് ടുഗദർ, 2 ലേഡീസ് സിറ്റ് ടുഗദർ ആണ് എടുത്തിരിക്കുന്നത്. ഈ പറയുന്നത് L1 L2 ആകാം, L1 L3 ആകാം. അതാണ് നമ്മൾ ഫസ്റ്റ് 3 പേരിൽ ഏതെങ്കിലും 2 പേര് ഒരുമിച്ചിരിക്കണം. ദെൻ ഈ 2 പൊസിഷനിലും പറ്റില്ല, മിച്ചമുള്ള ഈ 2 പൊസിഷനിൽ ഒരു ലേഡി. ദെൻ റിമൈനിങ് ഇവിടെ ആണെങ്കിൽ ഈ പൊസിഷൻ 3 പൊസിഷനിൽ 3 ജെൻസ്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 3 factorial 6. സോ എല്ലാം അറ്റ് എ ടൈം അറേഞ്ച് ചെയ്യാം മീൻസ് ആൻഡ് ഇംപ്ലൈസ് മൾട്ടിപ്ലിക്കേഷൻ. ദെർഫോർ 6 ഇൻറ്റു 2 ഇൻറ്റു 6 72 ways. Then next one, the number of ways in which letters of the word mobile എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യണം സോ ദാറ്റ് കൺസണൻസ് ഓൾവേസ് ഓക്യുപ്പൈ ഓഡ് പ്ലേസ്. സോ നമുക്ക് എത്രയാണ്? 1 2 3 4 5 6 പ്ലേസസ് ആണുള്ളത്. ദാറ്റ് മീൻസ് 5 ഓഡ് പ്ലേസ് ഉണ്ടാവും. 6 ആയതുകൊണ്ട് 3 ഓഡ് പ്ലേസ്, 3 ഈവൻ പ്ലേസ്. നോക്കാം എത്ര കൺസണൻസ് ഉണ്ടെന്ന് നോക്കാം. എം ബി എൽ 3 കൺസണൻസ് എവിടെ ഓക്യുപ്പൈ ചെയ്യത്തുള്ളൂ? ഓഡ് പ്ലേസ്. 3 കൺസണൻസ് 3 ഓഡ് പ്ലേസ്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? 3p3 ഇൻറ്റു റിമൈനിങ് 3 വോവൽസ് OIE 3 ഈവൻ പ്ലേസ്. എത്രയിൽ അറേഞ്ച് ചെയ്യാം? അഗെയിൻ 3p3 means 3 factorial into 3 factorial. 6 into 6 36. Okay, 36. Then next one, 4 arithmetic means are inserted between -2 and 23. So -2 കഴിഞ്ഞിട്ട് 1 2 3 4 arithmetic means then 23. അതായത് ഫസ്റ്റ് ടേമിന് ലാസ്റ്റ് ടേമിന് ഇടയ്ക്കുള്ള എല്ലാ ടേംസും എ പിയിൽ എന്തായിരിക്കും? അരിത്തമെറ്റിക് മീൻസ് ആയിരിക്കും. ഈ ഒരു എ പിയിൽ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? സോ ദാറ്റ് മീൻസ് 6 ടേംസ് ഉണ്ട്. 6 ടേംസ്. ഇത് എ പിയുടെ ഫസ്റ്റ് ടേമാണ് എ അല്ലെങ്കിൽ T1. ഇത് എ പിയുടെ 6th ടേമാണ്. എ പിയുടെ 6th ടേം നമുക്ക് ഏത് ഫോമിൽ എടുക്കാം? T6 ഈക്വൽ ടു എ പ്ലസ് 5D. ഫസ്റ്റ് ടേം ആണ് എ. -2 പ്ലസ് 5D ഈക്വൽ ടു എത്രയാണ്? 23. സോ ദാറ്റ് ഇംപ്ലൈസ് 5D ഈക്വൽ ടു 23 പ്ലസ് 2 25. D ഈക്വൽ ടു 5. So AP is a sequence in which each term is obtained by adding common difference to the previous term. 2ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 3. 3യുടെ കൂടെ 5 ആഡ് ചെയ്താൽ 8. 8ന്റെ കൂടെ 5 ആഡ് ചെയ്താൽ 13. 13 പ്ലസ് 5 18. 18 പ്ലസ് 5 എക്സാക്ട്ലി 23 കിട്ടും. Therefore 3 അരിത്തമെറ്റിക് മീൻസ് ഏതൊക്കെയാണ്? 3 8 13 ആൻഡ് 18. 3 8 13 ആൻഡ് 18. സോ ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആകാൻ ചാൻസ് ഉള്ളൂ. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് എ പി 2 ടേം ആയിരുന്നു തരേണ്ടിയിരുന്നത്. ഇത് -8 -6 4 ഈസ് 52 എന്നൊക്കെ തന്നിരിക്കുന്നു. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം ഈ തന്നിരിക്കുന്ന പ്രകാരം ഫസ്റ്റ് ടേം -8ഉം ലാസ്റ്റ് ടേം അല്ലെങ്കിൽ nth ടേം 52 ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഇവിടെ -8 -6 -4 വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് 2 ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ടേം -8 ആയിട്ട് എടുക്കാം. ലാസ്റ്റ് ടേം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ശരിയാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ വരത്തില്ല. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഇങ്ങനെയല്ല വരേണ്ടത്. നമുക്ക് ഇങ്ങനെ വന്നാൽ അതായത് ഫസ്റ്റ് ടേം -8ഉം nth ടേം 52 ആണെങ്കിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ n is equal to Tn minus T1 divided by D plus 1 എടുക്കാം. n എത്രയാണ്? 52 minus of -8 divided by 2 plus 1. That means 60 divided by 2
പ്ലസ് 1 30 പ്ലസ് 1 31 ആണ്. അങ്ങനെയാണെങ്കിൽ നൺ ഓഫ് ദീസ് ആണ് വരുന്നത്. ബട്ട് ഇത് ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ ആകാൻ ചാൻസ് ഇല്ല. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക്. സോ നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യന് ഈ ചോയ്സ് വെച്ചിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് ടൈം -4ഉം ലാസ്റ്റ് ടൈം 146 ആണ്. സമ്മ് 7171 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻ ചോയ്സ് കണ്ടിട്ട് പ്രാക്ടീസ് പറയുന്നതാണ്. ചോയ്സ് കണ്ടിട്ട് ഫസ്റ്റ് ടൈം -4ഉം ലാസ്റ്റ് ടൈം 146ഉം ദെൻ സമ്മ് 7171 എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് ചെയ്യുമ്പോൾ എ പിയുടെ സം ഓഫ് n ടേംസ് n/2 ഇൻറ്റു a + l ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നാൽ 7171 ഈക്വൽ ടു n/2 ഇൻറ്റു -4 പ്ലസ് 146 7171 ഈക്വൽ ടു n/2 ഇൻറ്റു 142. That means 7171 equal to 71n. n is equal to 7171 divided by 71 101 വരും. ചോയ്സ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഇതാകാനാണ് ക്യാൻസർ. പക്ഷെ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം -8ഉം ലാസ്റ്റ് ടൈം 52 ആണെങ്കിൽ നമുക്ക് നൺ ഓഫ് ദീസ് ആണ് വരേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയോ പ്രിൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല. നെക്സ്റ്റ് വൺ. The sum of 3 numbers in a GP. GPയിലെ 3 നമ്പേഴ്സ് ഉണ്ട്. സമ്മ് 39ഉം പ്രോഡക്റ്റ് 729ഉം ആണ്. GPയിലെ ടേംസ് ആസ് ഇറ്റ് ഈസ് എന്നാൽ എക്സാമിന് ഏത് മെത്തേഡ് എടുക്കാവുള്ളൂ? ചോയ്സ് മെത്തേഡ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും മെത്തേഡിലേക്ക് പോകരുത്. GPയിലെ 3 ടേം കണ്ടുപിടിക്കുക ചോയ്സിൽ നിന്ന്. ദെൻ അത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 39 വരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 729 വരുന്ന നോക്കാം. 3a 27 9 3 × 9 ഒരിക്കലും ഇത് GP അല്ല. 9 3a 27 GP അല്ല. 3a 9 27 GP ആണ്. കോമൺ റേഷ്യോ 3 വരും. 3 × 3 9 ആണ്. 9 × 3 27 ആണ്. ദെൻ സം നോക്കാം. കാൽക്കുലേറ്റ് നോക്കാം. 3 + 9 + 27 കിട്ടുന്നുണ്ട്. 39 ഉണ്ട്. പ്രോഡക്റ്റ് 3 × 9 × 27 729 വരുന്നുണ്ട്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ചോയ്സ്. 3 9 27. Then next question. Function f of x. f of x തന്നിരിക്കുന്നു 2 x. നോക്കാം ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മാപ്പിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന് 1 കൊടുത്താൽ f of 1 എന്ത് കിട്ടും? 2 2. എക്സിന് 2 കൊടുത്താൽ f of 2 4. എഫിന് 3 കൊടുത്താൽ 2 8. സോ ദാറ്റ് മീൻസ് ഒരു നമ്പറിന് എന്താണ് ഒരേ ഒരു ഔട്ട്പുട്ട്. എന്താണ് ഔട്ട്പുട്ട്? നമുക്ക് എന്താണ് പല നമ്പേഴ്സിന് പല ഇൻപുട്ടിന് ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് വരുന്നില്ല. ദെയർഫോർ ഇതെന്താണ്? 1-to-1 ഫംഗ്ഷൻ അല്ലെങ്കിൽ 1-to-1 മാപ്പിംഗ്. 1-1 മാപ്പിംഗ്. നെക്സ്റ്റ് വൺ. A town has a population of 50,000. Out of 28,000 read newspaper X and 23,000 read newspaper Y, while 4,000 read both newspapers. Then number of person not reading X and Y. So നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് number of persons reading at least one. That means n of x union y equal to n of x plus n of y minus n of x intersection y. ന്യൂസ്പേപ്പർ എക്സ് വായിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 28,000 ആൾക്കാരുണ്ട്. പ്ലസ് ന്യൂസ്പേപ്പർ വൈ 23 ഉണ്ട്. രണ്ടും വായിക്കുന്ന 4,000. അതാണ് ഇൻ്റർസെക്ഷൻ. സോ 28 + 23 - 4 ആയിട്ടും 47,000. ഇപ്പോൾ 47,000 ആൾക്കാർ എന്താണ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വായിക്കും. ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അറ്റ്ലീസ്റ്റ് 1 യൂണിയൻ മീൻസ് എക്സ് ഓർ വൈ ഓർ ബോത്ത്. സോ റിമൈനിങ് ദാറ്റ് മീൻസ് നമ്മൾ 50,000 ആൾക്കാരിലാണ് ഇത് നോക്കിയത്. സോ 47,000 ആൾക്കാർ ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കും. ദെയർഫോർ നമ്പർ ഓഫ് പേഴ്സൺ റീഡിങ് നൺ. വരും ടോട്ടലിൽ നിന്ന്
ടോട്ടലായ 50,000-ൽ നിന്ന് 47,000 കുറയ്ക്കുക, എത്ര കിട്ടും? 3,000. 3,000 ആൾക്കാരാണ് ഒരു ന്യൂസ് പേപ്പറും വായിക്കാത്തത്. ദെൻ സോ ക്വസ്റ്റ്യനിൽ സം ഓഫ് 52 എന്ന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം നമ്മൾ സമ്മിനെ കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. സമ്മിന് ലാസ്റ്റ് ടൈം തൊട്ട് തന്നിട്ടുമില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. ഈ ക്വസ്റ്റ്യന് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ വരേണ്ടത്. വേറെ ഏതോ 2 ക്വസ്റ്റ്യൻ തമ്മിൽ മാറിപ്പോയതാണ്. ഓക്കെ, സം 52 എടുത്താലും ലാസ്റ്റ് ടൈമില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഇതിലേക്ക് എത്താൻ പറ്റില്ല, ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. ആ ക്വസ്റ്റ്യന് ആൻസർ ആക്ച്വലി ഇല്ല, ക്വസ്റ്റ്യൻ തെറ്റാണ്. നെക്സ്റ്റ് വൺ, എഫ് ഓഫ് എക്സും തന്നിരിക്കുന്നു, ജി ഓഫ് എക്സും തന്നിരിക്കുന്നു. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എത്രയാണ്? എക്സ് പ്ലസ് 3. ജി ഓഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ. ദെൻ എന്താണ് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്? മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് മീൻസ് എന്താണ്? എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ എക്സ് സ്ക്വയർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3. എക്സ് സ്ക്വയർ പ്ലസ് 3 ഈസ് ദ റൈറ്റ് ആൻസർ. എക്സ് സ്ക്വയർ പ്ലസ് 3. സോ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവാണ്. നമുക്ക് AP ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകാമല്ലോ. ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് സമ്മ് കിട്ടില്ല. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. GP ആണെങ്കിൽ പോലും നമുക്ക് ലെസ് ദാൻ 1 ആണെങ്കിൽ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് എത്താം. ബട്ട് ഒരിക്കലും APയിൽ അങ്ങനെയല്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. നമ്മൾ RTPയിലും ചെയ്ത അതേ ക്വസ്റ്റ്യൻ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/3 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/3 ക്യൂബ് ആണ്. 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1/3 റൈസ് ടു n. ദാറ്റ് മീൻസ് ഇതെങ്ങനെ വരും? 1/3 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 1/3 റൈസ് ടു ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് നമുക്ക് ഇൻഫിനിറ്റ് ടേംസ് സം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഓരോ ടൈമിനെയും ഫസ്റ്റ് ടൈമിനെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് ടൈമിനെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് ടൈം. സോ ദാറ്റ് മീൻസ് ഇത് കോമൺ റേഷ്യോ 1/3 ആയിട്ടുള്ള സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് GP ആണ്. സം ഓഫ് ഇൻഫൈനൈറ്റ് GP. ഫസ്റ്റ് ടേം 1/3യും കോമൺ റേഷ്യോ 1/3 ആയിട്ടുള്ള ഒരു GP ആണ്. കോമൺ റേഷ്യോ 1/3 ആണെങ്കിൽ ഏത് ഫോമുല യൂസ് ചെയ്യാം? A/1 മൈനസ് R. 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3. 1/3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1/3. ദാറ്റ് മീൻസ് 1/3 ഡിവൈഡഡ് ബൈ 2/3. ഡിവിഷൻ ബൈ ഫ്രാക്ഷൻ 1/3 ഇൻറ്റു 3/2. 3 get cancel. 1/2. 1 divided by 2. So answer 1/2. Choice A. Choice A. Then next question. X-ഉം T-യും in terms of T തന്നിരിക്കും. That means parametric function X is equal to 2T plus 5. Then Y is equal to T square minus 2. നമുക്ക് dy by dx കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? dy by dt divided by dx by dt. സോ ഇവിടെ നോക്കുക, എക്സ് തന്നിട്ടുണ്ട്. ദെൻ dx by dt എന്ത് വരും? dx by dt 2tയുടെ ഡെറിവേറ്റീവ് ടിയുടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് 2 കോൺസ്റ്റന്റ്, ടിയുടെ ഡെറിവേറ്റീവ് 1, ദെർഫോർ 2, 5 0. രണ്ടാമത്തേത് dy by dt ടി സ്ക്വയറിൻ്റെ 2t
minus 2 into 0. Therefore, 2t divided by 2 is equal to t. 2t divided by 2 is equal to t. Then, next one. F of x is equal to x raised to k. F of x is equal to x raised to k. Then, f dash 1 another question printing. F dash 1 equal to 10 എന്നാണ്. So f dash x എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. x raised to k യുടെ ഡെറിവേറ്റീവ് എന്ന് പറയാം നമുക്ക് k into x raised to k minus 1. Then f dash 1 നമുക്ക് തന്നിരിക്കുന്നു. തരും k into 1 raised to k minus 1 equal to 10. 1 raised to any number നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. Therefore ഈ ടേം എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. That implies ചേർന്നുള്ള k equal to 10. K is equal to 10. K is equal to 10. K is equal to 10. Then next one, business mathematics, last question. Marginal revenue function MR. Marginal revenue എത്രയാണ്? 5 minus 4x plus 3x square. So marginal revenue തന്നിട്ട് total revenue കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ integration of marginal revenue ആണ് വേണ്ടത്. So integral 5 minus 4x plus 3x square dx. So integrate ചെയ്യുമ്പോൾ 5 ന്റെ integral 5x minus 4 constant x ന്റെ integral എന്ത് വരും? x square by 2 plus 3 into x square into x cube by 3 plus k എന്ന് കൊടുക്കുകയാണ്. നോർമലി c ആണ് കൊടുക്കുന്നത്. കോൺസ്റ്റന്റ് ഓഫ് integration. Simplify എന്ത് വരും? 5x minus 2x square, അതായത് 4 കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 വരും. ഈ 3 ഗെറ്റ് ക്യാൻസൽ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് കെ. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ നമുക്ക് റവന്യൂ ആയതുകൊണ്ട് കെയിൽ ഒഴികെ ബാക്കി എല്ലാ ടേമിലും എക്സ് വരുന്നത് കൊണ്ട് 0 ഔട്ട്പുട്ട് ആണെങ്കിൽ റവന്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. റവന്യൂവിൻ്റെ കേസിൽ എന്തിൻ്റെ ഇമ്പാക്റ്റ് വരത്തില്ല? കെയ്ക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് വരത്തില്ല. ദെയർഫോർ അത് 0 ആയിരിക്കും. 5x minus 2x square plus x cube. 5x square minus 2x square plus x cube. സോ ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിലെ 40 ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനാണ്. ലോജിക്കൽ റീസണിങ് പോർഷനാൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് വന്നിരിക്കുന്നത്. ദെൻ 40 ബിസിനസ് മാത്തമാറ്റിക്സ്, 40 സ്റ്റാറ്റിസ്റ്റിക്സ്, 20 ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാൻഡേർഡ് എറർ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സാമ്പിൾ സൈസ്. Standard error and square root of sample size are. Standard error and square root of sample size are inversely proportional. Standard error sample space എന്താണ്? Inversely proportional ആണ്. Then next question. The mean of 3 numbers, mean means average. 3 നമ്പറും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 എടുത്തു കഴിഞ്ഞാൽ ആവറേജ് കിട്ടും. Then among the 3 number, biggest number is 180 and the difference between remaining 2 numbers is 25. Then the smallest number is. ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് 3 നമ്പറിൻ്റെ മീൻ മീൻസ് ആ 3 നമ്പറും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് മീൻ കിട്ടുന്നത്. അതിൽ ഹയസ്റ്റ് ടേം മാത്രം തന്നിട്ടുണ്ട്. സോ 180. ദെൻ അടുത്ത ടേം, സെക്കൻഡ് ടേം എ അല്ലെങ്കിൽ മിഡിൽ ടേം അല്ലെങ്കിൽ
ഇൻ ബിറ്റ്വീൻ വരുന്നത് ലാർജസ്റ്റ് 180, ദെൻ രണ്ടാമത് വരുന്നത് ലാർജർ വരുന്നത് എയും ഏറ്റവും സ്മോളസ്റ്റ് ബിയും എടുക്കാം. ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 125 അല്ലേ. മീൻ മീൻസ് 3 ടേമിൻ്റെ നമ്പർ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് എന്ത് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ. സോ ദാറ്റ് ഇംപ്ലൈസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 180 പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു 135 ഇൻറ്റു 3 405. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ഈക്വൽ ടു ഈ 180 RHSലേക്ക് കൊണ്ടുവന്നാൽ പോരെ, 405 മൈനസ് 180 എന്ത് കിട്ടും, 225. ഇക്വേഷൻ 1 എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 225 ഇക്വേഷൻ 1. ദെൻ നോക്കാം, നമ്മൾ എടുത്തത് എങ്ങനെയാണ്, ഏറ്റവും ലാർജസ്റ്റ് നമ്പറാണ് ഇത്, ദെൻ രണ്ടാമത്തെ ലാർജറാണ് എ, ഏറ്റവും സ്മോളസ്റ്റ് ആണ് ബി, ഏറ്റവും സ്മോളസ്റ്റ് ആണ് ബി. Then the difference between remaining two, okay, difference between remaining two. Then നമുക്ക് ഡിഫറൻസ്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് മൈനസ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ടൈം എ മൈനസ് ബി കേട്ടെടുക്കാം 25, എ മൈനസ് ബി 25. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി ബി ഗെറ്റ് ക്യാൻസൽ, 2a ഈക്വൽ ടു 250. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് വരും, എ ഇസ് ഈക്വൽ ടു 125. എ 125 ആണെങ്കിൽ നേരെ ഇക്വേഷൻ 1 കൊടുത്താൽ ഓക്കെ, എ പ്ലസ് ബി 225 അല്ലേ, അതായത് മിഡിൽ ടേം, അതായത് രണ്ടാമത്തെ ലാർജസ്റ്റ് ടേം 125 കിട്ടി. എ പ്ലസ് ബി 225 ആണ്. എ 125 പ്ലസ് ബി ഈക്വൽ ടു 225. ദാറ്റ് ഇംപ്ലൈസ് ബി ഈക്വൽ ടു എന്ത് വരും, 100. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ബിയുടെ വാല്യൂ എന്ത് വരും, 100. ബിയുടെ വാല്യൂ 100 അല്ലേ. 3 ടേമിൻ്റെ സമ്മ ഡിവൈഡ് ബൈ 3 ആണ് അരിത്തമെറ്റിക് മീൻ. അത് വെച്ചിട്ട് എ പ്ലസ് ബി കണ്ടുപിടിച്ചു. ദെൻ ക്വസ്റ്റ്യനിൽ എ മൈനസ് ബി ഡിഫറൻസ് എന്നിട്ടുണ്ട് 25. ദെൻ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ആൻസറിലേക്ക് വന്നു. സിമ്പിൾ ലീനിയർ ഇക്വേഷൻ സോൾവിങ്. ദെൻ നെക്സ്റ്റ് വൺ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ആർ ടി പിയിലും ഉണ്ടായിരുന്നതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ആർ ടി പിയിലും എം ടി പിയിലൊക്കെ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്. 1000 ആൾക്കാരുണ്ട്, അതിൽ 40% ഫീമെയിലാണ്. ഒബ്വിയസ്ലി മെയിൽ എത്രയായിരിക്കും, 60%. 400 600. ദെൻ ഒരു മാരേജ് ഫംഗ്ഷനിൽ 300% എൻജോയ്ഡ് സോങ്. സോങ് എൻജോയ് ചെയ്തത് 300%. സോങ് അപ്പോൾ നോട്ട് എൻജോയ്ഡ്. സോങ് എൻജോയ്ഡ് 300, സോങ് നോട്ട് എൻജോയ്ഡ് എത്രയാണ്, 700 ആണ്. ദെൻ പറഞ്ഞിട്ടുണ്ട് 30% ഓഫ് പീപ്പിൾ ഹൂ ഹാഡ് നോട്ട് എൻജോയ്ഡ് ദ സോങ് വെയർ ഫീമെയിൽ. സോ 70ൻ്റെ 30% എത്ര വരും, 70ൻ്റെ 30% 210. ഫീമെയിൽസ് എന്താണ്, ഔട്ട് ഓഫ് 100 to 700 210 ഫീമെയിൽ എന്ത് ചെയ്തിട്ടില്ല, എൻജോയ് ചെയ്തിട്ടില്ല. ദെൻ വാട്ട് ഈസ് നമ്പർ ഓഫ് മെയിൽ ഹു ഡിഡ് നോട്ട് എൻജോയ് ദ സോങ്. സോ ടോട്ടൽ സോങ് എൻജോയ് ചെയ്ത 700 മെയിലുണ്ട്, അതിൽ 210 പേര് ഫീമെയിൽ ആണെങ്കിൽ റിമൈനിങ് 700 മൈനസ് 210 490 പേഴ്സൺസ് ആണ്. 490 മെയിൽ ആണ് സോങ് എൻജോയ് ചെയ്തത്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്. 490. Then next one, in a tabular representation of data, stub means left part of the table which provide description of rows. Choice A. Then for open-end classification, which of the following is best? So median, middle portion വരുന്ന median ആണ് open-end classification നല്ലത്. Then next one, again അടുത്ത theory question. In case of an even number of observations, which of the following is median?
സോ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ എക്സാക്ട് ലിമിറ്റിൽ വരുന്ന രണ്ട് ടേംസിൻ്റെ ആവറേജ് എടുക്കും നമ്മൾ, സിമ്പിൾ ആവറേജ്. സോ ദാറ്റ് മീൻസ് എനി ടു മിഡിൽ ടേം അല്ല, ദ സിമ്പിൾ ആവറേജ് ഓഫ് ദീസ് ടു മിഡിൽ വാല്യൂസ്. സോ മിഡിലിൽ വരുന്ന രണ്ട് ടേമിൻ്റെ സിമ്പിൾ ആവറേജ്, ദാറ്റ് മീൻസ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ എന്തെടുക്കുക, മീഡിയൻ. Then next one, again ഒരു തിയറി ക്വസ്റ്റ്യൻ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഓൾസോ നോൺ ആസ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് അല്ല, സിമ്പിൾ റാൻഡം സാമ്പിൾ അല്ല, പർപ്പസീവ് അല്ലെങ്കിൽ ഓർ ജഡ്ജ്മെൻ്റൽ സാമ്പിളിംഗ്. സോ അതിനകത്ത് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നില്ല, ജഡ്ജ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. Then next one, two variables x and y given by y equal to 2x minus 3. Then median of x 20 ആണെങ്കിൽ then median of y. സോ നമുക്ക് എങ്ങനെയാണ് റിലേഷൻ, y ഈക്വൽ ടു 2x മൈനസ് 3, ദെൻ y മീഡിയൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മീഡിയൻ ഓഫ് എക്സ് മൈനസ് 3. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 20 മൈനസ് 3, 37. സോ ചേഞ്ച് ഓഫ് ഒറിജിനും ചേഞ്ച് ഓഫ് സ്കെയിലും അഫക്റ്റ് ചെയ്യുന്നു. സോ 37 ഈസ് ദ റൈറ്റ് ആൻസർ. 37. Then next question, the relationship between two variables u and y are given by 2u plus v plus 7 equal to 0. 2u plus v plus 7 equal to 0, and if am of u is 10 then am of v. So നമുക്ക് എങ്ങനെ എഴുതാം, ടു am, that means ബാർ ആയിട്ട് നമുക്ക് എഴുതാം, യു am, യു ബാർ പ്ലസ് വി ബാർ പ്ലസ് 7 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് വി ബാർ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു യു ബാർ മൈനസ് 7 മൈനസ് 2 ഇൻറ്റു 10 മൈനസ് 7 മൈനസ് 20 മൈനസ് 7 മൈനസ് 27 മൈനസ് 27. വി ബാർ ഇസ് ഈക്വൽ ടു, സോ ഇവിടെ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ വി ഈസ് ഈക്വൽ ടു മൈനസ് 2u മൈനസ് 7. സോ വി ബാർ ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു യു ബാർ മൈനസ് 7. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു, മൈനസ് 27. Then next one, the appropriate measure of dispersion for open end classification. ഡിസ്പെർഷൻ ആണെങ്കിൽ എന്താണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മിഡിൽ വരുന്ന ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് ഓപ്പൺ എൻഡ് ക്ലാസിഫിക്കേഷൻ ബെറ്റർ ആയിട്ട് വരുന്നത്. Then far of x and r of y, rx ry denote the range of x and y respectively where x and y related as. ഇങ്ങനെയാണ് 3x plus 2y plus 10 equal to 0. What would be the relationship between rx and ry? സോ നമുക്ക് എങ്ങനെ എഴുതാം, 2y ഈക്വൽ ടു മൈനസ് 3x മൈനസ് 10. ദാറ്റ് മീൻസ് y ഈക്വൽ ടു മൈനസ് 3x ബൈ 2 മൈനസ് 5. ദെൻ ry ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 ബൈ 3 rx. സോ ദാറ്റ് മീൻസ് ry ഈക്വൽ ടു 3 ബൈ 2 rx. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ry ഈക്വൽ ടു 3rx. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? സോ ചോയ്സ് സി, 3rx is equal to 2 into ry. So range. Then next one, x and y are related as. ഇതേപോലത്തെ ക്വസ്റ്റൻ ആണ് കൂടുതലും വന്നിരിക്കുന്നത്. x and y related as 2x plus 3y plus 4 equal to 0. Then 3y equal to minus 2x minus 4. Y equal to minus 2 by 3x minus 4. Then standard deviation of y is equal to modulus of 2 by 3 into standard deviation of x. So that implies 2 by 3 into standard deviation of x തന്നിട്ടുണ്ട് 9. Standard deviation of x 9 തന്നിട്ടുണ്ട്. So simplify ചെയ്യുമ്പോൾ 2 into 3 6. Answer 6. 6 is the right answer.
Then next question. The quartiles of a variable are 45, 52, 75 respectively. Then quartile deviation. So quartile deviation formula എന്താണ്? Q3 minus Q1 divided by 2. So obviously ഏറ്റവും വലിയത് ഈ 45, 52, 75 ആയിരിക്കും Q3. ഇത് Q1 ആയിരിക്കും. 75 minus 45 divided by 2. That means എത്ര കിട്ടും? 30 divided by 2, 15 is the right answer. 15. Okay. Then next one. X and Y related as 3x plus 4y equal to 20. ഒരേപോലത്തെ ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ. സോ ഇതിലും വ്യത്യാസപ്പെടുത്തിയൊക്കെ വരാം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ബട്ട് എല്ലാം ഒരേപോലത്തെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ. സോ 4y can be written as minus 3x plus 20. That means y equal to minus 3 by 4x plus 20 minus 3x plus 4x divided by 4 plus 20. Then quartile deviation of y is equal to modulus of 4 by 3 into quartile deviation of x. That means 4 by 3 into 16. 4 by 3 into 16. 4 by 16 by 4. Simplifyable 4, that means 12. Then next one, 75th question. X and y are related as, again, y equal to 2x plus 5 and the standard deviation and arithmetic mean of x are known to be 5 and 10 respectively. Then coefficient of variation of y. നല്ലൊരു ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ നമുക്ക് y ബാർ എമ്മിൻ്റെ വെച്ചിട്ട് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എക്സ് ബാർ പ്ലസ് 5. ദാറ്റ് മീൻസ് 2 ഇൻറ്റു അരിത്തമെറ്റിക് മീൻ എത്രയാണ്? 5 ആണ്. എക്സ് ബാർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5ഉം എക്സ് ബാർ 10ഉം ആണ്. പ്ലസ് 5. ദാറ്റ് മീൻസ് എത്ര കിട്ടി? y ബാർ 25 അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഓഫ് y നമുക്ക് 25 കിട്ടി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 5 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാൻ എന്താണ്? ഇതേ ഫോമിൽ എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 5 ഈക്വൽ ടു 10. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കിട്ടി, മീൻ ഓഫ് വൈയും കിട്ടി. നമുക്കിനി എന്താണ് വേണ്ടത്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇസ് ഈക്വൽ ടു standard deviation of y divided by y bar, arithmetic mean of y into 100, 10 divided by 25 into 100. So the item 1000 divided by 25, 40. 1000 divided by 25 is equal to 40. Another question ആണ്, മാർക്ക് ചെയ്തേക്കാം. y ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും കണ്ടുപിടിച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ അരിത്തമെറ്റിക് മീൻ ഓഫ് വൈ ഇൻറ്റു 100 എടുത്തിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ. സ്പ്യൂരിയസ് കോറിലേഷൻ നമുക്ക് നോൺസെൻസ് കോറിലേഷൻ എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് ജനറലി റിലേറ്റഡ് അല്ലാത്ത രണ്ട് തമ്മിലുള്ള കാഷ്വൽ റിലേഷൻ നോക്കുന്നതാണ്. ബാഡ് റിലേഷൻ അല്ല, വെരി ലോ കോറിലേഷൻ അല്ല. ഇറ്റ് ഈസ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഹാവിംഗ് നോ കാഷ്വൽ റിലേഷൻ. ഫോർ ആൻസർ എന്താണ്? സി. കാഷ്വലി പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും ഇല്ലാത്ത രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് എന്ത്? സ്പ്യൂരിയസ് റിലേഷൻ. നെക്സ്റ്റ് വൺ, when r is equal to 1, all points in a scatter diagram would lie. So r1 means r plus 1. സ്കാറ്റർ ഡയഗ്രാം എങ്ങനെ വരും? ഇങ്ങനെ വരും. r minus 1 ആണെങ്കിൽ ഇങ്ങനെ വരും. സോ ഇവിടെ ഇതിൽ ഏത് വരും? ഓൺ എ സ്ട്രൈറ്റ് ലൈൻ ഡയറക്റ്റഡ് ഫ്രം ലോവർ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ്. ലോവർ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് താഴെ നിന്ന് അപ്പർ മുകളിലേക്ക്. Then next one, the coefficient of correlation between two variables is 0.8. Then percentage of variation unaccounted. So percentage of variation unaccounted r
0.8 ആണ് അൺഅക്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് ഓഫ് വേരിയേഷൻ അൺഅക്കൗണ്ടഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി 1 മൈനസ് ആർ സ്ക്വയർ 1 മൈനസ് 0.8 സ്ക്വയർ 1 മൈനസ് 0.64 that means 0.36 അല്ലെങ്കിൽ 36%. 36%. Then 79th question. If two variables x and y, the covariance variance of x, covariance comma variance of x and variance of y are 40, 16 and 256 respectively. What is the value of correlation coefficient? So correlation coefficient are കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? Covariance of xy divided by standard deviation of x into standard deviation of y. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വേരിയൻസ് ആണ്. സിഗ്മ സ്ക്വയർ എക്സ് 16 ആണ്. ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ എക്സ് എന്ത് വരും? റൂട്ട് 4 വരും. സിഗ്മ സ്ക്വയർ വൈ 256 ആണ്. ദാറ്റ് മീൻസ് സിഗ്മ വൈ എത്ര വരും? 16 വരും. സോ ലായി ഇട്ട് കൊടുക്കാം. 40 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 16. So that means 10 divided by 16. 0.625. 0.625. 0.625. Okay. Next one, 80th question. The correlation between x and u is 3x plus 4u plus 7 equal to 0, and the correlation coefficient between x and y is minus 0.6. Then what is the correlation coefficient between u and y? So rxy equal to minus 0.6. Then ruv ആണ് കണ്ടുപിടിക്കേണ്ടത്. uy. ഓക്കെ. സോ നമുക്ക് രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ y ഈക്വൽ ടു y ആണ്. എക്സ് യു ആകണം. ദെർഫോർ നമ്മുടെ റിലേഷൻ എന്താണുള്ളത്? 3x plus 4u equal to 7. That means 4u equal to minus 3x plus 7. u equal to minus 3x by 4 plus 7 by 4. Then u ൻ്റെ കോഫിഷ്യൻ നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ കോഫിഷ്യൻ നോക്കുകയാണെങ്കിൽ മൈനസ് 3/4 യു ഈക്വൽ ടു മൈനസ് 3/4 എക്സ് പ്ലസ് 7. സോ ദാറ്റ് മീൻസ് എന്ത് വന്നിരിക്കുന്നു? മൈനസ് വന്നിരിക്കുന്നു. ദെൻ ഇവിടെ y ഈക്വൽ ടു y എന്ന് പറഞ്ഞ പ്ലസ് ഇവിടെ പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. ഇത് മൈനസ് വന്നിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് sign implies sign of r change. So that means ഇവിടെ മൈനസ് 0.6 ആണ്. സോ ഇവിടെ ഒന്ന് പ്ലസും ഒന്ന് മൈനസും രണ്ടും വന്നുകൊണ്ട് നമുക്ക് എന്ത് വരും? സൈൻ ചേഞ്ച് ആകും. ഇത് വരും 0.6. മൈനസ് എന്നുള്ളത് പ്ലസ് ആകും. Next one. What is the probability of occurrence of leap year having 53 Sunday? So leap year നമുക്ക് 366 days ആണ്. നമുക്ക് 52 weeks 7 days വെച്ചിട്ട് എത്ര വരും? 364 അല്ലേ? 364. അപ്പോൾ 7 weeks ഉണ്ട്. സോ 7 weeks ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു ഒബ്വിയസ്ലി 52 Sundays വരും. ഇനിയും എക്സ്ട്രാ 2 days ലീപ്പ് ഇയർ ആൻഡ് എക്സ്ട്രാ 2 days വരും. സോ നമുക്ക് ആ 2 days എങ്ങനെയൊക്കെ ആകാം? കോമ്പിനേഷൻ നോക്കാം. 2 days എക്സ്ട്രാ 2 days എത്രയാണ് വരുന്നത്? ഒന്നെങ്കിൽ സൺഡേ മൺഡേ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ, ദെൻ സാറ്റർഡേ സൺഡേ. അങ്ങനെ നമുക്ക്
7 രീതിയിലാണ് ഈ പറഞ്ഞ 2 ഡേയ്സ് വരാൻ. 1 2 3 4 5 6 7. ഇത് നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് എത്രയുണ്ട്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? സൺഡേയും മൺഡേയും വരുന്ന ഒരെണ്ണം, ദെൻ സാറ്റർഡേയും സൺഡേയും വരുന്ന, നമുക്ക് എത്ര സൺഡേയ്സ് വരാം എന്നാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഫേവറബിൾ ഔട്ട്കം 2 ആണ് ഔട്ട് ഓഫ് 7. therefore എന്ത് ടു ആൻസർ? പ്രോബബിലിറ്റി ഓഫ് getting 53 Sundays അല്ലെങ്കിൽ probability of having 53 Sundays in a leap year will be 2 divided by 7 because the 52 days already നമുക്ക് 52 Sundays വന്നിട്ടുണ്ട് because 7 weeks already ഉണ്ട്. then remaining 2 daysലാണ് ഈ പറയുന്ന രീതിയിൽ വരാം. ഒന്നെങ്കിൽ സൺഡേ മൺഡേ, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ. സോ സൺഡേ വരുന്ന 2 ചാൻസസ് ആണുള്ളത് ഔട്ട് ഓഫ് 7. എങ്ങനെ അത് എഴുതാം? Favorable outcome 2 out of total 7 outcomes. 2 divided by 7 is the right answer. 2 divided by 7. What is the chance of picking a spade or an ace? Not spade. So നമുക്ക് total 52 cards ആണ്. 52 cards. അതിൽ spades എത്രയുണ്ട്? 13. ace 4 ആണ്. അതിൽ സ്പെയ്ഡ് ആകരുത്. ദാറ്റ് മീൻസ് 4 minus 1 3. ടോട്ടൽ 52. സോ സ്പെയ്ഡ് ഓർ ace നോട്ട് എ സ്പെയ്ഡ്. ദാറ്റ് മീൻസ് 13 plus 3. 13 plus 3 ആണ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 52. ദാറ്റ് മീൻസ് 16 divided by 52. ഇത് വരും 16. 4 കൊണ്ട് നമുക്ക് ചെയ്യാം. 4 divided by 13 is the right answer. 4 divided by 13. 4 divided by 13 is the right answer. Then next one. Find the probability that a 4-digit number another question ആണ്, comprising of the digits 2 5 6 7 would be divisible by 4. Divisible by 4. So the probability means favorable outcome divided by total outcome. So total outcome എന്ന് പറയുന്ന ഡിനോമിനേറ്റർ എന്ത് വരും? നമുക്ക് 4 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന 4 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 4p4 അല്ലെങ്കിൽ 4 ഫാക്ടോറിയൽ മീൻസ് 24. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഈ തന്നിരിക്കുന്ന ഡിജിറ്റ്സിൽ നമുക്ക് നോക്കാം 1 2 3 4. സോ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്ത് വരണം? ലാസ്റ്റ് ടു ഡിജിറ്റ്സ് നമുക്ക് എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആകണം. സോ 2 വെച്ച് നോക്കിയാൽ 25 26 27 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. ദെൻ 5 കൊണ്ട് നോക്കിയാൽ 52 ഡിവിസിബിൾ ആണ്. ദെൻ 56 ഡിവിസിബിൾ ആണ്. ദെൻ 60 വന്നിട്ടില്ല, 64 ഇല്ല, 68. ദെൻ 72 ഡിവിസിബിൾ ആണ്. ദെൻ 76ഉം ഡിവിസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ലാസ്റ്റ് 2 പൊസിഷൻസ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് 4 രീതിയിലാണ് പറ്റുന്നത്. ഒന്നുകിൽ 52 56 72 76. ഇവിടെ വിത്ത് റീപ്ലേസ്മെൻ്റ് അല്ല, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കണേ 1 2 3 4. ഇവിടെ 52 വന്നു കഴിഞ്ഞാൽ 5 into വന്നു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇത് ഒറ്റ രീതിയിലേ വരത്തുള്ളൂ, ഇത് ഒരു രീതിയിൽ. ദെൻ റിമൈനിങ് 2 പൊസിഷൻസ് 2 ഡിജിറ്റ്സ് നമുക്ക് എത്രയിൽ പറ്റും? 2 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 2p2. ദാറ്റ് മീൻസ് 2 into 1 2 വേസിൽ പറ്റും. അതേപോലെ തന്നെ അടുത്തതിനും ഇതാണ് 5 56 5ഉം 6ഉം കഴിഞ്ഞാൽ ഇത് ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. ദെൻ റിമൈനിങ് 2 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 2 into 1 again 2. ദെൻ അടുത്തതും 72 വരുമ്പോൾ ഇതേപോലെ തന്നെ 1 2 3 4. ഇവിടെ നമുക്ക് 7 2 വരും. ഇത് രണ്ടും ഒറ്റ രീതിയിൽ. റിമൈനിങ് 2 പൊസിഷൻ 2 ഫാക്ടോറിയൽ ബേസ് again 2 into 1 2. അതേപോലെ ലാസ്റ്റ് 1 2 3 4 76 ഒറ്റ രീതിയിലേ പറ്റുള്ളൂ. റിമൈനിങ് 2 പൊസിഷൻ 2 ഫാക്ടോറിയൽ ബേസ്. സോ ദാറ്റ് മീൻസ് എത്ര 2 into 1 2. ഒന്നുകിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഓർ. ദാറ്റ് മീൻസ്
plus 2 plus 2 plus 2 plus 2. 4 തവണ 2 ആഡ് ചെയ്യുക മീൻസ് 8 വരും. ഫേവറബിൾ ഔട്ട്കം 8 ആണ്. ടോട്ടൽ ഔട്ട്കം 24 ആണ്. സോ ഇവിടെ 8 ഇട്ട് കൊടുക്കുക. എന്ത് കിട്ടും ആൻസർ? 8/24 മീൻസ് 1/3. അറേഞ്ച്മെൻറ്റ്സും അതിനകത്ത് ഒരു പ്രോബബിലിറ്റി 4 ഡിജിറ്റ്സ് 4 പൊസിഷൻ 4 ഡിജിറ്റ്സ് വെച്ചിട്ട് 4 ഡിജിറ്റ് നമ്പർ എത്ര പറ്റും? 4 ഫാക്ടോറിയൽ, ദാറ്റ് മീൻസ് 24 പറ്റും. ദെൻ 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന വിത്തൗട്ട് റെപ്പറ്റീഷൻ, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കേണ്ടി വന്നത്. അത് എത്ര രീതിയിൽ പറ്റും? 8 വെയ്റ്റ്സിൽ പറ്റും. ദെൻ റിമൈനിങ് 8 ഡിവൈഡഡ് ബൈ 24 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3. ക്വസ്റ്റൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഉള്ളതിൽ കൊള്ളാവുന്നൊരു ക്വസ്റ്റൻ. ബാക്കിയെല്ലാം ഒന്നുകിൽ തിയറി ക്വസ്റ്റൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റൻ മാത്രമാണ് വന്നിരിക്കുന്നത്. Then next one, the probability of an accountant job applicant has BCom degree is 0.85, that he is a CA is 0.35, and that he is both BCom and CA is 0.25. Out of 500 candidates, how many would be BCom or CA? BCom or CA. So that means under or BCom or CA, that means union. Probability of P of എന്താണ് അക്കൗണ്ടന്റ് ജോബ് BCom യൂണിയൻ CA. ദാറ്റ് മീൻസ് എന്തോരും P of B പ്ലസ് P of BCom ആയിട്ടുള്ളവരുടെ പ്രോബബിലിറ്റി, CA ആയിട്ടുള്ള പ്രോബബിലിറ്റി മൈനസ് P of B ഇൻ്റർസെക്ഷൻ C. P of B 0.85 പ്ലസ് 0.30 മൈനസ് 0.25 റൈറ്റും 0.90. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി ഹൗ മെനി വുഡ് ബി BCom പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി അല്ല ചോദിച്ചിരിക്കുന്നത്. 500 ആപ്ലിക്കൻസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെയർഫോർ നമ്പർ ആക്ച്വലി വരുന്നത് 500 × 90% അല്ലെങ്കിൽ 0.90 450 ആണ് വരേണ്ടത്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ, ദാറ്റ് മീൻസ് ആ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി എന്ന നമ്പർ എന്ന ഹൗ മെനി എന്നുള്ളത് അല്ല ആൻസർ ചെയ്തിരിക്കുന്നത്. ദെയർഫോർ ആൻസർ 0.9. Then next one, 85th question. R is known to hit a target 5 out of 9 shots. That means P of R നമുക്ക് എന്ത് പറയാം? 5/9. Then David is known to P of D equal to 6/11. രണ്ടും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. R ഹിറ്റ് ചെയ്യുന്നു, R ഷൂട്ട് ചെയ്യുന്നു, അപ്പുറം നിന്ന് D ഷൂട്ട് ചെയ്യുന്നു. രണ്ടും എന്താണ്? ഒരിക്കലും എന്താണ് അഫക്റ്റ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ടാർഗറ്റ് വുഡ് ബി ഹിറ്റ് വൺസ് ദേ ബോത്ത് ട്രൈ? ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ, ഒന്നുകിൽ R അല്ലെങ്കിൽ D അല്ലെങ്കിൽ രണ്ടുപേരും, അറ്റ്ലീസ്റ്റ് വൺ hitting is equal to 1 minus probability of none hitting. So that means 1 minus probability of R complement intersection D complement. Okay, independent ആയതുകൊണ്ട് P of R complement into P of D complement എടുക്കാം. P of R 9/5 ആണെങ്കിൽ P of R കോംപ്ലിമെൻ്റ് എന്ത് വരും? ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് 5/9 കുറയ്ക്കുന്നു. ദെയർഫോർ എത്ര കിട്ടും? 4/9. അടുത്തത് അതേപോലെ P of D കോംപ്ലിമെൻ്റ് 1 minus 6/11. ദാറ്റ് മീൻസ് എത്ര വരും? 5/11. വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. 1 minus 4/9 into 5/11. That means 1 minus 20 divided by 99. That means 99 minus 20 divided by 99. 79 divided by 99. Choice undo? Choice A. 79 divided by 99. 79 divided by 99. 79 divided by 99. Then in connection with the random experiment, it is found that P of A equal to 2/3, P of B equal to 3/5, P of A union B equal to 5/6, then P of
A complement given B. P of A complement given B can be written as P of A complement intersection B divided by P of B. So this can be written as P of B. The complement ഉള്ളത് അതിൽ മറ്റേതിൽ നിന്ന് intersection കുറച്ചാൽ മതിയാകും. P of B minus P of A intersection B divided by P of B. Then P of B അറിയാം, P of A intersection B അറിയില്ല. സോ അത് കണ്ടുപിടിക്കാനായിട്ട് P of A union B equal to P of A plus P of B minus P of A intersection B. So that means നോക്കാം, P of A intersection B LHSലേക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെ എഴുതാം, P of A intersection B equal to P of A plus P of B minus P of A union B. P of A plus P of B minus P of A union B. P of A എത്രയാണ്? 2/3 plus 3/5 minus P of A union B എന്ത് വരും? 5/6. നേരെ നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. P of B അറിയാം, P of B 3/5 minus of 2/3 plus 3/5 minus 5/6 the whole divided by P of B. എത്രയാണ്? 3/5. സോ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/5 minus 2/3 minus 3/5 plus 5/6 എന്ത് ക്യാൻസൽ ചെയ്യാൻ നമുക്ക്? 3/5 get cancel divided by 3/5. So numeratorൽ 2/3യും 5/6ഉം 2/3യും 5/6ഉം 2/3യും മൈനസ് 2/3 ഉണ്ട് പ്ലസ് 5/6 ഉണ്ട്. LCM എടുക്കുമ്പോൾ 3ൻ്റെയും 6ൻ്റെയും 6 ആണ് വരുന്നത്. സോ മൈനസ് 4/6 പ്ലസ് 5/6 ദ ഹോൾ ഡിവൈഡഡ് ബൈ 3/6. സോ എന്ത് വരും? 1/6 the whole divided by 3/6. 1/6 the whole divided by 3/6. That means 1/6 into 3/5 into reciprocal 5/3 വരും. 5 divided by 18. ചോയ്സിലുണ്ടോ? ചോയ്സ് C. 5 divided by 18. 5 divided by 18. 5 divided by 18. Then next one, in a business venture, man makes a profit of rupees 50,000 or incur a loss of 20,000. The probability of making profit or loss from the past experience is 0.75, 0.25. What is the expected profit? Expected profit. So expected എന്ന് പറയുന്നതാണ് പ്രോഫിറ്റിനെ corresponding probability അല്ലെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 50,000 into 0.75. Then പ്ലസ് ലോസ് എന്ന് പറഞ്ഞാൽ മൈനസ് പ്രോഫിറ്റ് മൈനസ് 20,000 ഇൻറ്റു 0.25. 50,000 ഇൻറ്റു 0.75 കിട്ടും 37,500 മൈനസ് 20,000 ഇൻറ്റു 0.25 5,000. ആൻസർ എത്ര വരും? മിച്ചം 32,500. 32,500. ചോയ്സ് ഡി. എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നു. Then next one, find the probability of a success for binomial distribution. So binomial distribution probability function എന്താണ്? NCX into P raised to x Q raised to n minus x. Then 4 into P of x equal to 4. That means 4 into x 4 വന്നാൽ then having parameter n 6 ആണ് തന്നിട്ടുണ്ട്. n 6. Therefore എങ്ങനെ എഴുതാം? 4 into 6c4 into P raised to 4 into Q raised to 6 minus 4 2 കിട്ടും. Equal to 6c2 അതായത് P of x equal to 2 അല്ലേ? 6c2 into P square into Q raised to 4.
So 6C4 6C2 same ആണ് കോമ്പിനേഷൻ്റെ പ്രോപ്പർട്ടി. ദെൻ നമുക്ക് എന്തുണ്ട് മിച്ചം? 4 into p square q square equal to p square q raised to 4. So ഇവിടെ p square കട്ട് ചെയ്യാം, ഇവിടെ q square. That means 4 p square equal to q square. നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 4p സ്ക്വയറിനെ രണ്ടിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ രണ്ട് സൈഡിലും 4p സ്ക്വയർ, q സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 2p is equal to q. 2p is equal to q. So total probability 1 ആണ്. q എന്ന് പറയുന്നത് 1 minus p ആണ്. That implies എങ്ങനെ എഴുതാം? 2p is equal to 1 minus p. That means p പ്രേക്ക് വരുമ്പോൾ 3p equal to 1. That implies probability of success p is equal to 1/3. നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? Find the probability of success. p ആണ് ചോദിച്ചിരിക്കുന്നത്. Probability of success. Right here, 1 divided by 3. 1/3. 1 divided by 3. 1/3. Okay. Next one. An experiment succeeds thrice after it fails. ഫെയിലിന് ശേഷം എക്സ്പെരിമെന്റ് സക്സീഡ് ത്രൈസ് ആഫ്റ്റർ ഇറ്റ് ഫെയിൽസ്. 3 തവണ ഫെയിൽ ആയതിനു ശേഷമാണ് സക്സസ് വരുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? p is equal to 3q. If the experiment is repeated 5 times, what is the probability of having no success? So p of x equal to 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. p of x equal to 0 നമുക്ക് ഇങ്ങനെ എടുക്കാം. ബൈനോമിയൽ സക്സസും ഫെയിലിയറും ആണുള്ളത്. എക്സ് 0 ആണെങ്കിൽ ടോട്ടൽ 5 അല്ലേ? n 5 ആണ്. n 5 x 0 ncx 5c0 into p. സോ നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. p is equal to 3q അല്ലേ? p is equal to 3 into 1 minus p. p is equal to 3 minus 3p. So 4p equal to 3. p equal to 3/4. q 1/4 ആയിരിക്കും. So 3/4 the whole raised to 0 into 1/4 the whole raised to 5. 5c0 1 ആണ്. 3 raised to something raised to 0 is always 1 ആണ്. Then 1/4 raised to 5. 4 3 4 5. That means into 1/1024. So answer എന്ത് വരും? 1 divided by 1024 is the right answer. 1 divided by 1024. 1 divided by 1024. Then next one. If two quartiles of normal distribution are 47.3 and 57.2 respectively, what is the mode of the distribution? Also find the mean deviation. So ഇവിടെ മോഡ് എന്നുള്ളത് ഉണ്ടാകത്തില്ല. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറഞ്ഞിട്ടില്ല. സോ ഇതിൻ്റെ വെച്ചിട്ട് മീൻ ഡീവിയേഷൻ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ about the mean. Also find the mean deviation about the median of this one. So നമുക്ക് ഇതിൽ നിന്ന് മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ. സോ 52.70 minus 47.30 divided by 2. 52.7 minus 47.3 divided by 2. Right? 2.7. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വാർട്ടൈൽ ഡീവിയേഷൻ അല്ല, മീൻ ഡീവിയേഷൻ. നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ റിലേഷൻ ഉണ്ട്. എന്താണ്? 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 5 മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ. നമുക്ക് ഇവിടെ വേണ്ടത് ഈ റിലേഷനാണ്. 5 മീൻ ഡീവിയേഷൻ ഈക്വൽ ടു 6 ക്വാർട്ടൈൽ ഡീവിയേഷൻ.
So that means mean deviation equal to 6 quartile deviation divided by 5. 6 into 2.7 divided by 5. Ready? 3.24 എന്ന് കിട്ടി. നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് 3.2. 3.2. 3.24 ഏറ്റവും അടുത്ത് വരുന്നത് 3.2. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. അതാണ് ഫോർമുല എടുത്തിരിക്കുന്നത്. X follows normal distribution with mean 50, variance standard deviation square 100 ആണ്. That implies sigma 100. So നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് Z follows standard normal distribution with x minus mu divided by sigma. Then P of Z greater than P of x greater than or equal to 60, and therefore Z greater than or equal to x എത്രയാണ് 60 minus 50 divided by 10. That means എന്ത് വരും? P of Z 60 minus 50 10 divided by 10 Z greater than or equal to 1. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമുക്കറിയാം, ഇങ്ങനെയാണ് വരുന്നത്. ദെൻ നമുക്ക് ഫൈ ഓഫ് 1 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഈ 1 ഈ ഒരു ഏരിയ ഇത്രയാണ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് 0.8413. സോ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോർമൽ കർവിൻ്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് 1 ആണ് വരുന്നത്. ഇത്രയും ഒഴിവാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഗ്രേറ്റർ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം 1 minus 0.8413. 1 minus 0.8413 is equal to 0.1587. That means ഏറ്റവും അടുത്ത് വരുന്നത് 0.16. 0.16. Okay. Then next one. Number of misprints per page of a thick book follows. That means thick book, that means ഒരുപാട് പേജ് ഉള്ളത്. അതിനകത്ത് നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്പ്രിൻറ്റ്സ് വരാനുള്ള ചാൻസ് കുറവാണ്. ദെയർഫോർ n കൂടുതൽ, സക്സസ് ചെയ്യാനുള്ള ചാൻസ് കുറവ്. ഫോളോസ് എന്താണ്? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പക്ക തിയറി ക്വസ്റ്റ്യൻ. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ. ഫോർ എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്താണ്? e raised to minus m into m raised to x divided by x factorial. f of 2 equal to 3 into f of 4 എന്ന് പറഞ്ഞിരിക്കുന്നു. That means e raised to minus m into m raised to 2 divided by 2 factorial is equal to e raised to minus m into 3 into e raised to minus m into m raised to 4 divided by 4 factorial. എന്ത് ക്യാൻസൽ ചെയ്യാം? e raised to minus m get cancelled. which എന്ത് വരും? m square divided by 2 factorial is equal to 3 into m raised to 4 divided by 4 factorial. ഇവിടെ m square, ഇവിടെ m raised to 4 m square ആവും. ഇവിടെ 2 factorial 2 ആണ്, 4 factorial 12 ആണ്. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6. That implies നമുക്ക് എന്ത് പറയാം? 1 is equal to 1 by 2 m square. That implies m square equal to 2 m square. Four square 24 വരത്തില്ല, അപ്പം ഡിവൈഡ് ബൈ 2 12 വരും. സോ ദാറ്റ് മീൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 3 by 12. That means 1 is equal to 3 by 12 എന്ന് പറയുമ്പോൾ 1 by 4 m square. That implies m square cross multiply ചെയ്യുമ്പോൾ 4. That implies m equal to 2. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് m ആണ്. m എന്ന് കിട്ടുന്ന 2 കിട്ടി. സംടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിക്കാറുണ്ട്.
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ റൂട്ട് ഓഫ് എം, ദാറ്റ് മീൻസ് √2 വന്നേനെ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വേരിയൻസ് ആണ്. ഫൈനൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആൻസർ എഴുതുക. വേരിയൻസ് ആണ് എം. അത് പോസ്റ്റോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വേരിയൻസ് എം is equal to 2. Then next one, point of inflection. So നമുക്ക് എങ്ങനെ എഴുതാം? mu plus sigma is equal to 60, mu minus sigma is equal to 40. So രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 mu is equal to 100, mu mean is equal to 50. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻസ് തന്നിരിക്കുന്നു. ഒന്ന് ഹൈയസ്റ്റ് എം പ്ലസ് സിഗ്മ, മ്യൂ പ്ലസ് സിഗ്മ, ഒന്ന് മ്യൂ മൈനസ് സിഗ്മ. സോ എം ഇസ് ഈക്വൽ ടു 50. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സിലെ ഫിഷേഴ്സ് ഇൻഡെക്സ് സാറ്റിസ്ഫൈസ് ദ ടെസ്റ്റ്. ടൈം റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈയും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈയും. ദാറ്റ് മീൻസ് ബോത്ത് Fisher's index satisfy both time reversal test and factor reversal test. Then next one, Fisher's index number f എന്ന് പറയുന്നത് root of Laplace and Parsees ആണ്. That means geometric mean of Laplace and Parsees index number. The direct theory question. Then next one, R 0.6 ആണെങ്കിൽ coefficient of non-determination equal to 1 minus R square വരും. 1 minus 0.6 square 1 minus 0.36 കിട്ടും 0.64. Then cost of living index is always price index പറയാറുണ്ട്. ബട്ട് നമുക്ക് കൂടുതൽ എന്താണ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് മോസ്റ്റ് സ്യൂട്ട് ആകുന്ന ഒരു ചോയ്സ്. ദെൻ നെക്സ്റ്റ് വൺ, Parsees and Fisher's numbers are 169 and 156. Then last pairs. So നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? Fisher's index is equal to root of last pairs into Parsees. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ ഫിഷേഴ്സ് ഇൻഡെക്സിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ലാസ്റ്റ് പേഴ്സ് ഇൻറ്റു പാർഷേഴ്സ്. ദെർഫോർ ലാസ്റ്റ് പേഴ്സ് ഈക്വൽ ടു ഫിഷേഴ്സിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷേഴ്സ്. ദെൻ പാർഷേഴ്സ് ഇൻഡെക്സ് നമ്പർ 169, ഫിഷേഴ്സ് 156 അല്ലേ. 156 സ്ക്വയർ ഡിവൈഡഡ് ബൈ 169 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 156 ഇൻറ്റു ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 169 കിട്ടും 144. നേരത്തെ തിയറി ചോദിച്ചിരിക്കുന്നു, അതേ തിയറി യൂസ് ചെയ്ത് വാല്യൂ തന്നിട്ട് നേരെ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നു. രണ്ടും എപ്പോഴും ഈ പറയുന്ന ഈ മൂന്ന് തമ്മിലുള്ള ഇൻഡെക്സ് നമ്പർ തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എക്സാമിന് വരാറുണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് ഇൻ എ ഗിവൺ റീജിയൻ at a given rate is 280. Then the percentage of increase in price agriculture commodity over the base year. The base yearലെ തന്നിട്ടില്ല എങ്കിൽ എത്രയായിട്ട് എടുക്കും? 100 ആയിട്ട് എടുക്കും. സോ ഇപ്പോൾ അത് എത്രയായിട്ട് മാറിയിരിക്കുന്നു? 280. സോ ദാറ്റ് മീൻസ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 180% ആണ്. 100 ആയിരുന്ന 280 ആയിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണ്? ബേസ് ഇയറിലെ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? 100 എടുക്കും. 100 ആണ് എത്രയായെന്ന് നമ്മുടെ കോൺസെപ്റ്റ്. 100 280 ആയി. ദാറ്റ് മീൻസ് എത്ര ഇൻക്രീസ് വന്നു? 180. 180 100 ആയിരുന്നത് 280 ആയി. ദാറ്റ് മീൻസ് ഇൻക്രീസ് എത്ര വന്നു? 180%. സോ എത്രയാണ് നമ്മുടെ 80 ക്വസ്റ്റ്യൻസ് ബിസിനസ് മാത്തമാറ്റിക്സിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ MTP 2 വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.